വേറൊരു വാക്ക് എന്താ പറയുന്നത്? ബാലനും രാമനും മീമ്. ബാലനും രാമനും മുസ്ലിം, പള്ളിയിലെ മുസ്ലിയാർ കാഫിർ. മൗലവി പ്രസംഗിക്കുക. ഇത് പറയുമ്പോൾ ഒരു ചെറിയൊരു വിശദീകരണം പറയാം. ഈ കാഫിർ എന്ന് പറയുന്ന വാചകം അവിശ്വാസി എന്ന അർത്ഥത്തിലാണ് സാധാരണ കൂടുതലും ഉപയോഗിക്കാറുള്ളത്. കാഫിർ എന്നത് കൃഷിക്കാരൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം ഭാഷയിൽ. അതുപോലെ തന്നെ കാഫിർ എന്നത് മൂടി വെക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം, നന്ദിയില്ലാത്തവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം. അങ്ങനെ പല ഭാഷാർത്ഥങ്ങളും അതിനുണ്ട്. സാധാരണ ഉപയോഗിക്കുന്നത് കാഫിർ എന്ന് പറഞ്ഞാൽ അവിശ്വാസി. അതേ സമയത്ത് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ വിശ്വാസി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കാൻ പറഞ്ഞൊക്കെ വിശ്വസിച്ചാൽ മുഅ്മിൻ എന്ന്, വിശ്വസിക്കാൻ പറഞ്ഞ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ കാഫിർ എന്ന്. അല്ലാതെ ചീത്ത വാക്കൊന്നല്ല. അമുസ്ലിം സഹോദരന്മാർക്ക് ഒരു തെറ്റിദ്ധാരണ വരാൻ പാടില്ലല്ലോ, അവിടെ ഞാൻ പറയാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മള് ഒരു ഹൈന്ദവനാണെന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം പിടിക്കുന്നത് പോലെ ഒരു ഹൈന്ദവനായ ഒരാളെ കൊണ്ട് അയാൾ മുസ്ലിമാൻ തന്നെ അയാൾക്ക് ദേഷ്യം പിടിക്കൂലേ? അല്ലെ? നമ്മളൊരാളെ പറ്റി ഒരുത്തം പറഞ്ഞു നീ ഒരു ഹിന്ദു ആണ്, നമുക്ക് ദേഷ്യം പിടിക്കും, കാരണം പിടിക്കുകയല്ല. നേരെ മറിച്ച് ഒരു ഹിന്ദുവിനോട് നീ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് ദേഷ്യം പിടിക്കൂലേ? അങ്ങനെ അറിയേണ്ട ആവശ്യമുണ്ടോ? ശരി, മൗലവി പറയുന്നത് എന്താ അറിയോ? നിങ്ങൾ ശരി കേട്ടോടി. ഞാൻ പറഞ്ഞ ബാലനും രാമനും ഒക്കെ മീമ് മുസ്ലിമ്, പിന്നെ പള്ളിയെ കാഫിർ എന്ന് വെച്ചോട്ടാ മതി. ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളെ ക്രിസ്ത്യാനികളൊക്കെയാണ് നമ്മൾ എന്താ പറയാ കാഫ്, നമ്മൾ മീമ്. അങ്ങ് കേൾക്കണോ? ആരാ യഥാർത്ഥത്തിൽ മീമ്? കാഫ്. നമ്മളാണ് കാഫ്, അവരോ മീമ്. അതെന്താ അങ്ങനെ? ഇവിടെ കാഫിർ എന്നൊരാളെ പറയപ്പെടാറിയങ്ങള് അയാൾക്ക് സത്യപ്രബോധനം എത്തിയിട്ട് ആ പ്രബോധനത്തെ അയാൾ നിഷേധിക്കണം, അപ്പേ അയാൾ കാഫിറാവുള്ളൂ. ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാഫിറാവില്ല. അതെന്തുകൊണ്ട്? ഒരു പുതിയ വിവരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, അബദ്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, യാഥാർത്ഥ്യം. ആരെ കാഫിറാവുള്ളൂ എന്നറിയോ? സത്യദീൻ പ്രവാചകന്മാരെത്തിച്ചു കൊടുത്ത് അവരുടെ കാതുകളിൽ തൗഹീദ് എത്തിച്ചതിന് ശേഷം അവർ അതിനെ നിഷേധിക്കുമ്പോഴാണ് ഒരാൾ കാഫിറായി തീരുക. മനസ്സിലായോ? അല്ലല്ലാതെ ആരാധനക്കറിയില്ല എന്ന് ഖുർആനിന്റെ ആയത്ത് കൊണ്ട് ഓതി തെളിയിക്കുക. ഉസ്താദ് പറയും അല്ലല്ലാത്തവരെ ആരാധിക്കാം. നാം മനസ്സിലാക്കണം, ഇതാണ് കാഫ്. ഏത്? ഇതാണ് കാഫ്. ഈ താടിയും തലപ്പാവുള്ള ആളാണ് കാഫ്. കേട്ടോ? മനസ്സിലായി? താടി മൂപ്പർക്കുണ്ടേ, ഇനി ഒരു തലപ്പാവ് കൂടി വെച്ചാൽ മൂപ്പർ എന്താവും? അതിനെ കുറച്ച് കഴിഞ്ഞിട്ട് തൊപ്പിയാളെ തലയിൽ ഞാൻ വെപ്പിച്ചു, അതിനെ വെപ്പിച്ചു, ഈ സ്റ്റേജിൽ തന്നെ വെപ്പിച്ചു. ഇനിയൊന്ന് കേൾക്കാതെ നിങ്ങൾക്ക്. അപ്പോ നിങ്ങൾ കേട്ടില്ലേ പറഞ്ഞത്? പള്ളിയിലെ ഉസ്താദ് പറയാ അല്ലാത്തവർ ആരാധിക്കാൻ. അങ്ങനെ പറയുന്ന ഒരു ഉസ്താദ് ഉണ്ടാവും. ഇയാൾക്ക് ഉണ്ടാവുമായിരിക്കും. അല്ലാത്തവർ ആരാധിക്കാൻ ഒരു ഉസ്താദ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒറ്റ സദസ്സിൽ 70,000 പ്രാവശ്യം ചൊല്ലുന്നവരായി മുസ്ലിംമാർ. അതിന്റെ അർത്ഥം എന്താ? ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ഇല്ല, ആരാധ്യൻ അല്ലാഹു അല്ലാതെ ഇല്ല. ഇത് ഒറ്റ സദസ്സിൽ 70,000 പ്രാവശ്യം നമ്മൾ ചൊല്ലുമ്പോ അത് പാടില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് മൗലവിമാര്. തെളിവില്ലാഞ്ഞിട്ടാണോ? ഇബ്നു തൈമിയ്യയുടെ ഫതാവ ഒന്ന് നോക്കിയാൽ 70,000 പ്രാവശ്യം മയ്യിത്തിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അതുകൊണ്ട് ഫലം കിട്ടുമെന്നല്ലേ ഇബ്നു തൈമിയ്യ പറഞ്ഞത്? നിങ്ങളുടെ സലഫികളുടെ ഒന്നാമത്തെ മേധാവി ഇബ്നു തൈമിയ്യയാണ്, അങ്ങേ തല എന്ന് നിങ്ങൾ തന്നെ പ്രസംഗിച്ചിട്ടില്ലേ? ആ ഇബ്നു തൈമിയ്യ 70,000 പ്രാവശ്യം മരിച്ച മയ്യിത്തിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ മയ്യിത്തിന് ഫലം കിട്ടുമെന്ന് അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറഞ്ഞിട്ടില്ലേ? മൗലവിമാരേ, നിങ്ങൾ ഈ സാധാരണക്കാരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അകറ്റുന്നത് എന്തിനാണ്? ദിക്ർ ചൊല്ലുന്നത് മുടക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ ദീനിനോടുള്ള വിരോധമല്ലേ? മനസ്സിലായില്ലേ? അങ്ങേ തല മുതൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽ ഇപ്പൊ അടുത്ത് മരിച്ച നാസറുദ്ദീൻ അൽബാനി വരെ, കേരളത്തിലുണ്ടായിരുന്ന KM മൗലവി മുതൽ KP മുഹമ്മദ് അലി ഉമർ മൗലവി വരെ. മനസ്സിലായില്ലേ? അങ്ങേ തല മുതൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽ ഇപ്പൊ അടുത്ത് മരിച്ച നാസറുദ്ദീൻ അൽബാനി വരെ,
കേരളത്തിലുണ്ടായിരുന്ന KM മൗലവി മുതൽ KP മുഹമ്മദ് അലി ഉമർ മൗലവി വരെ. നിങ്ങൾ കേട്ടോ, സലഫി പണ്ഡിതന്മാരുടെ അങ്ങേത്തര ഇബ്നു തൈമിയ്യ. സലഫ് എന്ന് പറയുന്നത് എന്റെ 3 നൂറ്റാണ്ടിൽ ജീവിച്ച ആൾക്കാർക്കാണ്. അത് ആ 3 നൂറ്റാണ്ട് കഴിഞ്ഞ് പിന്നെ ഒരു 300 കൊല്ലം കഴിഞ്ഞ ഇയാൾ ജനിച്ചതന്നെ. അത് ഇബ്നു തൈമിയ്യ ജനിച്ചതന്നെ 3 നൂറ്റാണ്ട് കഴിഞ്ഞ് പിന്നെയും ഏകദേശം 4 നൂറ്റാണ്ടോളം കഴിയുമ്പോൾ ജനിക്കുന്നത്. അയാളാണ് പോലും സലഫികൾ അങ്ങേത്തര. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 700 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇവര് അങ്ങേത്തര. പിന്നെ ഇവർക്ക് തലണ്ടോ? 700 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി ഞങ്ങളുടെ വഫാത്തിലേക്ക് 700ഓളം കൊല്ലം കഴിഞ്ഞ ഇവർ ജനിക്കുന്നത്. അയാളാണ് പോലും അവർ അങ്ങേത്തര. അപ്പൊ അതിനപ്പുറം മുമ്പ് ഇവർക്ക് തലണ്ടോ? ഇല്ല. അതാണ് പറ്റി. തല പോയതാ പ്രശ്നം. ഒന്നും പറ്റിയിട്ടില്ല, ഒന്നും സംഭവിച്ചില്ല. തല പോയിന്ന് മാത്രം. അതാ പ്രശ്നം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? എന്നാൽ ഈ മൗലവിമാരുടെ ഖുർആൻ പരിഭാഷ വിദ്യുപരിശാഖത്തില്ലേ? അപ്പരിഭാഷയിൽ എന്താ പറഞ്ഞ്? ഒരാൾക്ക് ബോധ്യപ്പെടാത്തോ കാഫറാവൂലാന്ന എന്നാ വായിച്ചില്ല. കേട്ടോ, മുഅ്മിൻ, മുഅ്മിൻ ഇൻ ബ്രാക്കറ്റ് സത്യവിശ്വാസി അല്ലാത്തവരെല്ലാം, സത്യവിശ്വാസി അല്ലാത്തവരെല്ലാം കാഫിർ, കാഫിറിന്റെ ഇനത്തിൽ ഉൾപ്പെടുന്നു. പക്ഷേ എല്ലാ കാഫിറുകളും ഒരേ തരക്കാരല്ല. ലക്ഷ്യങ്ങളും തെളിവുകളും അറിഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നവരും അറിയായ്മ കൊണ്ട് നിഷേധിക്കുന്നവരും, അറിയായ്മ കൊണ്ട് നിഷേധിക്കുന്നവരും, ധിക്കാരവും പരിഹാസവും കൊണ്ട് നിഷേധിക്കുന്നവരും, അപഗണനയോ ചിന്താശൂന്യതയോ നിമിത്തം വിശ്വസിക്കാത്തവരുമെല്ലാം കാഫിർ തന്നെ. കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷയാണ് വായിച്ചത്. ഈ മൗലവിമാർ സുന്നിയുടെ കാഫിറാക്കിയവർക്ക് നിങ്ങൾക്ക് ഇത് കൂടി വായിച്ചു നോക്കിയിട്ടില്ല. കിതാബോ മനസ്സിലാവൂല. എന്നാൽ അവരുടെ മലയാളമൊക്കെ വായിച്ചു മനസ്സിലായിക്കൂടെ? മുസ്ലിമെ കാഫിറെന്ന് ആർക്കാ പറയാന്ന് പഠിക്കാത്ത മൗലവിമാരാണ് പ്രസംഗിക്കാൻ നിൽക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവരൊരു വിവരോ? സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അപ്പൊ എന്താ പറഞ്ഞത്? പള്ളിയിലെ മുസ്ലിം കാഫിറ്, ബാലനുണ്ട് അവരും മുസ്ലിം. ഇനി ഞാൻ മുമ്പ് ഇവിടെ കേൾപ്പിച്ചതാണ്, ഹജ്ജിന് പോകുന്നവരൊക്കെ മുശ്രിക്കുകളാണ്. 5 ലക്ഷം വെച്ച് ബാക്കി അവിടെ എത്തുന്നൊക്കെ മുശ്രിക്കാണ്. അതിന് പോലെ ഈ പോലെ തന്നെ ഹജ്ജിന് പോകുന്നവരൊക്കെ മുശ്രിക്കുകളാണ്, അബൂലഹബുകളാണ്. അപ്പൊ അതും പറഞ്ഞപ്പോ മിനയില് ദുരന്തം ഉണ്ടായിട്ട് മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സ് വേദനിക്കുമ്പോഴാണ് പറയുന്നത് അതൊക്കെ അബൂലഹബുകളാണ്, മുശ്രിക്കുകളാണ്. അത് ഞാൻ മുമ്പ് ഇവിടെ കേൾപ്പിച്ചതാണ്. അവിടെ രണ്ടാമത് കേൾപ്പിക്കുന്നില്ല. ആ കേൾപ്പിച്ചത് ഞാൻ പരസ്പരം കേൾപ്പിച്ചപ്പോ ഞാനും എന്റെ സഹോദരന്മാരും എന്റെ സ്നേഹിതന്മാരായ പല ആളുകളും പണ്ഡിതന്മാരും കേൾപ്പിച്ചു. അപ്പൊ മൗലവിമാർക്ക് നിൽക്കില്ല. അപ്പൊ ഒരു മൗലവി ഒരു കഥ പറഞ്ഞു നോക്കി. ഒരു സ്ഥലത്ത് ഇവരെ ഒരു മൗലവി, അനസ് മൗലവി എന്ന് പറഞ്ഞ മൗലവി, അനസ് മുസ്ലിയാർ എന്ന് പറയും. ചിലപ്പോ മൗലവി ചെലവാകൂലാന്ന് തോന്നിയാൽ മുസ്ലിയാർക്ക് പേര് മാറ്റും. ചെലവാകാതെ നല്ല ലേബിൾ മാറ്റും. അങ്ങനെ അനസ് മുസ്ലിയാരുന്ന ചിലപ്പോ പറയാം. ഈ മൗലവി എന്ത് ചെയ്തു അറിയോ? ഒരു സ്ഥലത്ത് പോയിട്ട് മൂപ്പര് പറഞ്ഞേ ഞാൻ പേരോടെ ശിഷ്യനാണെന്നാ. അങ്ങനെങ്കിലും 5 വിഷയത്തോ നോക്കാൻ. എന്തൊല്ല പരിപാടി അത്. അപ്പോ എന്നിട്ട് ഈ അനസ് മൗലവി എന്ന ചങ്ങാതി പറഞ്ഞു, മുജാഹിദ് ബാലുശ്ശേരി, ഇവിടെയും അങ്ങനെ മുജാഹിദ് ബാലുശ്ശേരി എന്ന മൗലവിയെ, മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന മൗലവിയെ ഹജ്ജിന് പോകുന്ന ഒരു 5 ലക്ഷം വെച്ച് ബാക്കിയൊക്കെ മുശ്രിക്കാണെന്ന് പറഞ്ഞു. ഇവര് വെറുതെ പറയുന്നുണ്ട്. അങ്ങനെ മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗത്തിൽ കേൾപ്പിക്കാൻ കഴിയൂല, അങ്ങനെ ഇല്ല, അതിന്റെ ക്ലിപ്പന്റെ എടുത്തിട്ടുണ്ട്, പക്ഷെ നേരെ യാതൊരു വെക്കൂല. അത് ഞാൻ മുമ്പോട്ട് കേൾപ്പിച്ചതാ. അത് ഇയാൾ പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു കൂടി ഒന്നും കൂടി ഒന്ന് കേട്ടോളി. ഇതിനെ പറ്റി എനിക്ക് 2 വാക്ക് പറയാൻ. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു എന്ത് 5 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഹജ്ജിനോട് എത്തുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താണ് മുശ്രിക്കുകളാന്ന് ആ വാചകത്തിൽ തന്നില്ല, വാചകത്തിൽ തന്നില്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. എന്റെ കയ്യിൽ ഉണ്ടാക്കി ഇപ്പൊ ഇടാൻ സമയമില്ല. ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു, ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്. മുശ്രിക്കുകളാന്ന് ആ വാചകത്തിൽ തന്നില്ല, വാചകത്തിൽ തന്നില്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്, കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്, കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്. കയ്യോ ഇനി നിങ്ങൾക്ക് കേൾക്കോ? ഇവിടെ രസാലല്ല. ഇത് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ ഇവിടെ കൽപ്പിച്ചു. അപ്പൊ ഇപ്രാവശ്യം എന്നെട്ടിലേക്ക് മൗലവി തന്നല്ലോ. അനസ് മുസ്ലിയാരുടെ ഇങ്ങനെ ഒരു ക്ലിപ്പുണ്ട്. അത് ഇവിടുന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ പോയിട്ട് CD
കേൾക്കുന്നുണ്ട്. മൂപ്പരെക്കാളും തെറ്റ മൂപ്പര് ക്ലിപ്പ് കേട്ടിക്കൊണ്ടില്ല. ഇവിടെ വന്ന പോലെയോ ചേട്ടേണ്ടി നിക്കാളി എല്ലാം മൂപ്പര് കളിച്ചിട്ട് മൂപ്പർക്ക് അത് സീഡിയിൽ പിന്നെ കേൾക്കായിട്ടുന്നുണ്ട്. ഓരോ നിങ്ങളല്ലേ പറഞ്ഞു ഞാൻ വേറെ പോയിട്ട് മറുപടി പറഞ്ഞാൽ ഇവിടുന്ന് മറുപടി വരില്ല. പിന്നെ നിങ്ങൾ സീഡി കേൾക്കാൻ ഞാൻ മറുപടി വരണോ? അത് മറുപടി വരാതിരിക്കാൻ ഓരോ പണിയെടുത്ത് അതുകൊണ്ടൊന്നും തടിയെടുക്കാൻ കഴിയൂലോ. നാലാവരത്ത് കുടുങ്ങി പിടക്കുകയാണ്. നിങ്ങൾ വിടുന്ന പ്രശ്നേ ഇല്ല. അത് മനസ്സിലാക്കിട്ടോ. ഇനി ഇവർക്കൊരു പരിപാടി എന്താണ്? പണ്ട് ജന്മത്തിന് ഉപയോഗിക്കുന്ന പറയുന്ന ഒരാള് കളവ് നടത്തി. അങ്ങനെ നിയമത്തിന് ഉപയോഗിക്കുന്ന ഒരാള് കളവ് നടത്തി നബിസല്ലല്ലാഹുള്ള കാലത്ത് കട്ടപ്പോ മൂപ്പര് കട്ട സാധനം കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് ഒരു യഹൂദിന്റെ പൊരക്ക കൊണ്ടുപോയി ഒളിപ്പിച്ചത്. അവസാനം പിടിച്ചപ്പോ വലിയ സംഭവമാണ്. പിടിച്ചപ്പോ മൂപ്പര് പറഞ്ഞു ഞാൻ ഒളിപ്പിച്ചതൊന്നല്ല, അത് യഹൂദി കട്ടതാണ്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് നിഷ്പക്ഷതയുടെ മതമാണ്, സത്യത്തിന്റെ മതമാണ്, വർഗീയതയുടെ മതം അല്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നടക്കുന്ന മനുഷ്യൻ കട്ടു, അദ്ദേഹവും കുടുംബവും അത് മൂടി വെക്കാൻ വേണ്ടി തീരുമാനിച്ച് നബിയോട് വന്ന് പറഞ്ഞു, നബിയെ ഞങ്ങള് തേമത്തല്ല കട്ടത്, അത് യഹൂദി കട്ടിട്ട് വീട്ടിൽ സൂക്ഷിച്ചത്, ഇപ്പൊ തേമത്തിന്റെ പേര് ആരോപണം ഉന്നയിക്കാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരന്മാരെ കുറെ ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ ഇറക്കി. ആ ആയത്ത് 10ഓളം ആയത്തിറക്കി. ഇസ്ലാമിൽ വർഗീയതയില്ല, സത്യത്തിന്റെ മതമാണ് ഇസ്ലാം. അല്ലാഹു തആല ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ലിതഹ്കുമ ബൈനൻ നാസി ബിമാ അറാകല്ലാഹ് വലാ തകുൽ ലിൽ ഖാഇനീന ഖസീമാ. നബിയെ തങ്ങൾക്ക് അല്ലാഹു തരുന്ന വിവരമനുസരിച്ച് ജനങ്ങൾക്കിടയിൽ സത്യമായ തീരുമാനം പരിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ അവതരിപ്പിച്ചതാണ്. തങ്ങൾ വിരിക്കണം നബിയേ. വഞ്ചന നടത്തുന്നവർ ഒരിക്കലും തങ്ങൾ കൂട്ടുനിന്നുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല ചോദിക്കുകയാണ്, വലാ തുജാദിൽ അനില്ലദീന യഖ്താനൂന അൻഫുസഹും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവാനൻ അസീമാ. വഞ്ചന നടത്തുന്നവരെ അല്ലാഹു ഒരിക്കലും തന്നെ തൃപ്തിപ്പെടൂല. ഒരിക്കലും തന്നെ കളവ് നടത്തിയിട്ട് മറ്റൊരു സമുദായത്തിൽപ്പെട്ട മനുഷ്യന്റെ പേരിൽ ആരോപണം പറഞ്ഞ ക്ഷേമത്തിനൊരിക്കലും കൂട്ടു നിൽക്കാൻ പറ്റില്ല. യസ്തഖൂന മിനന്നാസ് വലാ യസ്തഖൂന മിനല്ലാഹി വഹുവ മഅഹും ലിയുബയ്യിതൂന മാ ലാ യർദാ മിനൽ ഖൗൽ. ജനങ്ങൾക്കിടയിൽ വഷളാകുന്നത് പേടിച്ചിട്ട് അവർ മറച്ചു വെക്കുകയാണ്. പക്ഷെ അല്ലാഹുവിന്റെ അടുക്കൽ വഷളാകുന്നതിനെ സംബന്ധിച്ച് അവര് പേടിക്കുന്നില്ല. അല്ലാഹ് അവരുടെ കൂടെയുണ്ട്. അല്ലാഹ് അറിയാത്ത കാര്യമില്ല എന്നർത്ഥം. തെറ്റും ചെയ്തിട്ട് മറ്റൊരാളുടെ പേരിൽ ആരോപിക്കാനല്ലേ അവരെ പരിപാടി. അങ്ങനെ അല്ലാഹ് പൊരുത്തപ്പെടാത്ത വാക്ക് പറയുമ്പോ അല്ലാഹ് അവരെ കൂടെയുണ്ട്. നബിയേ വകാനല്ലാഹു ബിമാ യഅമലൂന മുഹീതാ. അല്ലാഹ് കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ അല്ലാഹ് സ്ഥലകാലാതീതനല്ലേ. ഒരു സ്ഥലത്തുമാണെന്ന് അല്ലാഹുവിനെ പറ്റി പറഞ്ഞുകൂടല്ലോ. അപ്പൊ പിന്നെ അല്ലാഹ് കൂടെയുണ്ടെന്ന് പറഞ്ഞതിനെ ഞാൻ ഒന്നുകൂടി അല്ലാഹ് വിവരിക്കാണ്. വകാനല്ലാഹു ബിമാ യഅമലൂന മുഹീതാ. അവരെ പ്രവർത്തിക്കുന്നതൊക്കെ അല്ലാഹ് നന്നായി അറിയുന്നവനാണ്. അതാണ് അല്ലാഹ് കൂടെയുണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഉദ്ദേശം. أنتم هؤلاء جادلتم عنهم في الحياة الدنيا. ഓ ജനങ്ങളെ, ഈ ദുനിയാവിൽ നിങ്ങളെ കള്ളന് കൂട്ടു നിന്നിട്ട് വാദിക്കുകയാണോ?
എന്നാൽ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി അനുകൂലമായിട്ട് ആരാണ് പടച്ചവന്റെ മുമ്പിൽ വാദിക്കാനുണ്ടാവുക? ഇവിടെ നിങ്ങൾ കള്ളം പറഞ്ഞ് വാദിച്ചാൽ മതിയോ? പടച്ചവന്റെ മുമ്പിൽ ആരാ ഉണ്ടാവുക? ഇതിങ്ങനെ പറഞ്ഞിട്ട് അവസാനം അല്ലാഹു പറയാണ്, സഹോദരന്മാരെ, വല്ലവരും ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ ശിക്ഷയും അതിന്റെ കുറ്റവും ചെയ്തവനാണ്. അല്ലാഹു നന്നായി അറിയുന്നവനും ഹിക്മത്തുള്ളവനുമാണ്. ഇനി അല്ലാഹു പറയുന്ന കാര്യം മുജാഹിദിന്റെ മൗലവിമാർക്ക് വിശ്വാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ അവർ ഇങ്ങനത്തെ പണിയെടുക്കാമോ? മുജാഹിദിന്റെ കൂടെ പെട്ടുപോയവര് നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കാൻ വേണ്ടി ഞാൻ അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തതിന് ശേഷം നിരപരാധിയായ മനുഷ്യന്റെ തലയിൽ അത് വെച്ച് കെട്ടിയാൽ വ്യക്തമായ തെറ്റും വളരെ വലിയ കളവും അതിന്റെ പാപവും അവൻ പേറിക്കഴിഞ്ഞു. ഒരാളൊരു തെറ്റ് ചെയ്തിട്ട് നിരപരാധിയുടെ പേരിൽ ആരോപിക്കാൻ പാടില്ല. ആരോപിക്കുന്നവൻ കുടുങ്ങിയവൻ തന്നെ, പടച്ചവന്റെ അടുക്കൽ കുടുങ്ങിയവൻ തന്നെ. സഹോദരന്മാർ മനസ്സിലാക്കണം, ഇതാണ് ഇവിടെ നമ്മൾ ഹുസൈൻ സലഫി ചെയ്തത്. എന്താ ഹുസൈൻ സലഫി ചെയ്തത്? സുന്നികളെ മുഴുവനും കാഫിറാക്കിയ ഈ മൗലവിമാര്, ഞാൻ കേൾപ്പിച്ചല്ലോ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട്. ഈ മൗലവിമാര് ഇവിടെ വന്നിട്ട് ഹുസൈൻ സലഫി ഈ പാവപ്പെട്ട എന്റെ പേരിൽ പച്ചക്കള്ളം പറയുന്നു. പേരോടിന് പണി മറ്റുള്ളവരെ കാഫിറാക്കുന്ന പരിപാടിയാണ്. ചേച്ചിട്ടിൽ വന്നിട്ട് കള്ളം പറയും. സുബ്ഹാനല്ലാഹ്, ഖിയാമത്തിന് ഉബൈദക്ക് കള്ളം പറഞ്ഞു. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ പൊട്ടി. അവസാനം അവന്റെ കൈ മുറിക്കുമെന്ന് കണ്ടപ്പോ മക്കയിലേക്ക് ഒളിച്ചോടി മുശ്രിക്കീങ്ങളുടെ കൂടെ നമ്മുടെ മൗലവി ബഹുമാനം പറയുന്ന അബൂജഹലില്ലേ, അബൂജഹലിന്റെ കൂടെ പോയി കൂടാന്ന് വിചാരിച്ചു. അവിടെ പോയി അവിടെ ഒന്ന് കട്ടുപടിച്ചത് കൊണ്ട് അവൻ പോയിട്ടൊരു വീട് പോയി തുറക്കുകയാണ്, കക്കാൻ വേണ്ടി, കളവ് നടത്താൻ വേണ്ടി. വീട് തുറക്കുമ്പോ തല ഉള്ളിലായി. അതുപോലെ തന്നെ ഉടല് പുറത്തായ സമയത്ത് വീട്ടിന്റെ മതിൽ അങ്ങനെ തന്നെ അങ്ങ് അമർന്നുപോയി. തല അപ്പുറത്തും ഉടലിപ്പുറത്തുമായിട്ട് അവിടെ നിന്ന് പിടഞ്ഞങ്ങ് ചത്തുപോയി. അറിയോ നിങ്ങൾ? ആ ഉബൈറക്കിന്റെ അതേ പരിപാടിയാണ് ഇവിടെ വന്നിട്ട് ഹുസൈൻ സലഫി ചെയ്തത്. പേരോട് മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്നു, കൂട്ടത്തിലുള്ളവരെയും കാഫിറാക്കുന്നു, കൂട്ടനാടിനെയും കാഫിറാക്കിയിരിക്കുന്നു, ഈക്കനെയും കാഫിറാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന രൂപത്തില് പച്ചക്കള്ളം ഇവിടെ വെച്ചിട്ട് മൗലവി പറഞ്ഞു. അതൊന്ന് കേട്ടോളൂ, എന്നിട്ട് ഞാൻ അതിന്റെ വിശദീകരണം പറയാം. ഈ പേരോട് മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ ചെയ്യുന്ന ഒരു തൊഴിലുണ്ട്. ലക്കും ലഗാനുമില്ലാതെ പുറത്തുള്ളവരെ മാത്രമല്ല അവരുടെ അകത്തുള്ള ആളുകളെ പോലും കാഫിറാക്കുന്ന പരിപാടി ഇവർക്കുണ്ട് കേട്ടോ. മൗലവി പച്ചക്കള്ളം ഉബൈറക്ക് ചെയ്ത അതേ പടി സ്വന്തം മുസ്ലിമീങ്ങളെ കാഫിറാക്കിയിട്ട് മറ്റുള്ളവരുടെ നിരപരാധികളുടെ തലയിൽ വെച്ച് കിട്ടും. സുബ്ഹാനല്ലാഹ്. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ചു, ഇവര് ഇരുമ്പൊളൊക്കെ വിഴുങ്ങിയിട്ട് ചുക്ക് വെള്ളം കുടിച്ചിട്ട് ദഹിക്കുന്ന വിചാരം നമ്മളെ പേരിൽ വെച്ച് കിട്ടുക. ഞാൻ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഈ മൗലവിമാര് 3 പണ്ഡിതന്മാരെ പേരെടുത്ത് കാഫിറാക്കി, മുശ്രിക്കാക്കി. ആ പണ്ഡിതന്മാര് ഒന്ന് ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയുടെ നേതാവായ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കട്ടെ. രണ്ടാമതായി ഞാൻ ബഹുമാനിക്കുന്ന നേതാവ് ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. മൂന്നാമതായി എന്നെ ചങ്ങരംകുളത്തിനടുത്ത് പ്രസംഗ സ്റ്റേജിൽ ക്ഷണിക്കുകയും അതുപോലെ കൊണ്ടുപോയി പ്രസംഗിപ്പിക്കുകയും ആശീർവദിക്കുകയും ഒക്കെ ചെയ്ത മരണപ്പെട്ടുപോയ പണ്ഡിതൻ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറും സന്തോഷത്തിലാക്കട്ടെ.
ഈ 3 പണ്ഡിതന്മാർ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന കാലത്ത് EK ജനറൽ സെക്രട്ടറി, മറ്റു 2 ആൾ ജോയിന്റ് സെക്രട്ടറിമാർ. ഈ 3 പണ്ഡിതന്മാരുടെയും പേരെടുത്തിട്ട് മൗലവിമാര് എഴുതി, അവരുടെ സെൽസബീലിൽ എഴുതി. എന്താ എഴുതിയത് കേട്ടോളൂ. ശവം തിന്നുന്നത് അല്ലാഹു ഹറാമാക്കി, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയർക്കപ്പെട്ടതു തിന്നലും അല്ലാഹു ഹറാമാക്കി. എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടർ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, EK അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. വഇൻ അതഅ്തുമൂഹും ഇന്നകും ലമുശ്രികൂൻ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. മൗലവിമാർ ആയത്ത് തെളിവ് തരിക. സെൽസബീൽ 985 ഡിസംബർ, പേജ് 18. ഇവരിത് എഴുതിയപ്പോ അന്ന് മുതൽക്ക് 85 മുതൽ അന്ന് മുതൽ ഈ 22 കൊല്ലത്തോളം ഇതും കയ്യിൽ പിടിച്ച് പ്രസംഗിച്ചവനാണ് ഞാൻ മുജാഹിദിനെതിരെ. നിങ്ങൾ മനസ്സിലാക്കണം, മഞ്ചേശ്വരം മുസംഗടിയിൽ ഈ വിഷയത്തിൽ മാത്രം, അതായത് 2 വിഷയം, ഒന്ന് ഇസ്തിഗാസ, മറ്റൊന്ന് നമ്മൾ ആലിമീങ്ങളെ ഇവർ മുശ്രിക്കാക്കിയ ഈ വിഷയം തന്നെ വെച്ചുകൊണ്ട് ഞാൻ മുജാഹിദിന്റെ നേതാക്കളുമായി സംവാദം നടത്തി. നമ്മുടെ ഇബ്രാഹിം സഖാഫി കൊമ്മോളി എന്റെ കൂടെ ഉണ്ടായിരുന്നു, അതുപോലെ അലവി സഖാഫി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറെ ചെറുപ്പക്കാരായ ആളുകൾ, പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ സംവാദം നടത്തി. എന്തിനാ സംവാദം നടത്തിയത്? EKയും KVയും കാന്തപുരവും മുശ്രിക്കാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിൽ ആയത്തുദ്ധരിച്ചിട്ട് മൗലവിമാർ എഴുതിയതിനെ പറ്റി. അങ്ങനെ വാദപ്രതിവാദം നടത്തിയ എന്നെ പറ്റിയാണ് മൗലവിയുടെ വന്നിട്ട് പറയുന്നത്, ഇയാള് കാഫിറാക്കുന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മൗലവി ഇവിടുന്ന് പറയുന്നത് എന്താ പറയുന്നറിയോ? EK ഉള്ളാളെ നിങ്ങൾ കാഫിറാക്കി. പച്ചക്കള്ളം. EK ഉസ്താദ് വഫാത്തായിട്ട് അന്ന് തന്നെ മയ്യിത്ത് നിസ്കരിക്കുകയും ആളുകളെ കൂട്ടിയിട്ട് ഖുർആൻ ഓതുകയും ചെയ്ത ആളാണ് ബഹുമാനപ്പെട്ട ഉള്ളാളൻ. അതുപോലെ എന്നും ആദരിക്കുന്ന ആളാണ് ഉള്ളാളൻ തങ്ങൾ. എന്നിട്ട് തങ്ങൾ വേറെ ഒരു മഹാൻ പറഞ്ഞൊരു വാചകം തങ്ങളുടെ സദസ്സിലുള്ളവർക്ക് ഏതോ ഒരു വിഷയം പറയുന്ന സമയത്ത് ഉദ്ധരിച്ചപ്പോ അത് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അതും ഇവിടെ മൗലവി പറഞ്ഞു. പക്ഷെ തങ്ങളെ പ്രസംഗത്തിന്റെ ക്ലിപ്പ് വെച്ച് മൗലവി പൊട്ടിപ്പോയി. കാരണം തങ്ങൾ പറയുന്നത് എന്താ, ഞാൻ എന്നിട്ട് കാഫിറാക്കി എന്നൊക്കെ പറഞ്ഞു എന്റെ പേരിൽ പലതും പറഞ്ഞു തന്നിട്ട് എന്തായി എന്നാ തങ്ങൾ ചോദിക്കുന്നത്. ഞാൻ ആക്കിയിട്ടില്ല എന്നാ തങ്ങൾ പറയുന്ന ക്ലിപ്പ്. എന്നാൽ നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. മൗലവിമാരുമായിട്ട് മഞ്ചേശ്വരത്തിന് വാദപ്രതിവാദം നടത്തുമ്പോ വാദപ്രതിവാദത്തിൽ ഞാൻ പറയുന്ന വ്യക്തമായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ ആ വാദക്കാരനാണ്. ഒരാളെയും മുസ്ലിമിനെ കാഫിറാക്കാൻ പാടില്ല, മുശ്രിക്കാക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത് ഞാൻ ഇറക്കിയ CD അല്ല, മുജാഹിദ് നിങ്ങൾ തന്നെ ഇറക്കിയ CD എന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. എന്ന് വെച്ചോർത്തവനെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല എന്നാണോ? എങ്കിൽ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? എങ്കിൽ നിങ്ങൾ പറഞ്ഞതിനെ പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഞാൻ ആ വാദക്കാരനാണ്. ഒരാളെ സംബന്ധിച്ച് കാഫിറും മുർത്തദും എന്ന് പറയാൻ പാടില്ല, മുശ്രിക് എന്ന് പറയാൻ പാടില്ല എന്നാണ് ഒരു മുസ്ലിമിനെ കുറിച്ച് പറയാൻ പാടില്ല. ഞാൻ ആ വാദക്കാരനാണ്. അതുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളെ വാദം എന്താ? നിങ്ങളിത് തുറന്നു പറയണം. കേട്ടില്ല? ഇതെന്താ ചോദിക്കാൻ കാരണം? EKയും KVയും കാന്തപുരവും മുശ്രിക്കാണെന്ന് വരുത്തി തീർക്കുന്ന വാചകം സെൽസബീലിൽ അവർ എഴുതിയത് കൊണ്ട് അതിനെ ചോദ്യം ചെയ്യാണ് ഞങ്ങൾ വാദപ്രതിവാദത്തിൽ. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറയാണ്, ഉത്തരം മുട്ടിയിട്ട് ഇപ്പൊ മുശ്രിക്കാണ് എന്ന് പറഞ്ഞുകൂടാണ്ട് കുടുങ്ങിയിട്ട് മുശ്രിക്ക് അല്ല ഞങ്ങൾ പറയുന്നേ, അല്ലെ മുശ്രിക്കാണ് എന്നാ പറയുന്നേ, മുശ്രിക്ക് അല്ല എന്നാ നിങ്ങൾ അത് തുറന്നു പറയും, അല്ല മുശ്രിക്കാണ് എന്നാ അത് പറയും. മൗലവിമാര് ആണും പെണ്ണും ഇല്ലാത്ത കളി കളിക്കുക. മൗലവിമാരോട് ചോദ്യം ചോദിച്ചാൽ അങ്ങനെ ചോറോ കഞ്ഞോ? ചൊറിഞ്ഞി മറുപടിയാ. ചോറോ കഞ്ഞി വെച്ചാൽ ഒന്നുകിൽ ചോറ് എന്ന് പറഞ്ഞാലേ കഞ്ഞി എന്ന് പറയട്ടെ. ചോറോ കഞ്ഞോ എന്ന് വെച്ചാൽ മൗലവിനൊരു ചൊറിഞ്ഞിന്നായിരിക്കും.
അങ്ങനെ ഉരുണ്ടപ്പോ ചോദിച്ച ചോദ്യങ്ങളെ കേട്ടത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഒരു മുസ്ലിമിനെയും കാഫിറാക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ തത്വമാണ്. ഒരു വെല്ലുവിളിക്കുന്നത് കേവിയെ കാഫിറാക്കിയിട്ടില്ല എന്ന് പറയണോ എന്നോട്? എങ്ങനെ നമ്മള് കേവി കൂറ്റനാടെ കാഫിറാക്കിയിട്ടില്ല എന്ന് പറയണോ? കേവി കൂറ്റനാട് കാഫിറാണ് എന്ന് എഴുതിയ ഇവരോട് വാദപ്രവാദം നടത്തി എന്നോടാ പറയുന്നത്. നിങ്ങൾ കേവി കൂറ്റനാട് കാഫിറാക്കിയിട്ടില്ല എന്ന് പറയണം എന്നാ ധൈര്യത്തിൽ ഇവിടെ വന്ന് പ്രശ്നം. അപ്പൊ ആൾക്കാർക്ക് തോന്നുന്നു എന്തോന്നാക്കിയിട്ടുണ്ട്. അതിന് മൗലവിന്റെ അടവാണ്. ആ അടവൊക്കെ ആ ഷാർജയിൽ വെച്ചാ മതി കേട്ടോ. ആ നാദാവത്തുണ്ടോന്ന് വേണ്ട. ഷാർജയിലെ റൂമിന്റെ ഉള്ളിൽ മുജാഹിദീങ്ങളും കൂട്ടിയിട്ട് അങ്ങനത്തെ അടവൊക്കെ പരമാവധി പയറ്റിയിട്ട് മുജാഹിദീങ്ങളും കൂട്ടി പോയിക്കോ ഇലാ ജഹന്നം. അല്ലാതെ ഇവിടെ വന്നിട്ട് അടവ് വേണ്ട. ആ ഒന്ന് വെച്ചുകൊടുത്താ മോനെ. അത് മൗലവി വെല്ലുവിളിക്കുന്നത് കേട്ടോ. ഒന്ന് വെപ്പിച്ചുകൊടുത്താ. സ്വന്തം പാളയത്തിലെ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്ന KV മുഹമ്മദ് മുസ്ലിയാർ ഖുർആൻ പരിഭാഷ എഴുതിയതിന്റെ പേരിലാണ് നിങ്ങൾ അദ്ദേഹത്തെ കാഫിറെന്ന് എഴുതിയത്, മുർത്തദ്ദെന്ന് എഴുതിയത്. നിങ്ങൾ ഇന്ന് വരെ അത് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും നിഷേധിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇയാള് പറയുന്നില്ലേ ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. അതൊന്ന് പറയൂ നിങ്ങളുടെ പ്രസംഗത്തിൽ. KVയെ ഞങ്ങൾ കാഫിറാക്കിയിട്ടില്ല എന്ന് പറയണം കേട്ടോ. KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് ഖുർആൻ പരിഭാഷ എഴുതിക്കൊണ്ട് ഞങ്ങൾ കാഫിറാക്കിയിട്ടില്ല എന്ന് ഞാൻ പറയണം പോലും. ഞങ്ങൾ കാഫിറാക്കിയതിനു മുമ്പ് ഉണ്ടെങ്കിലും മൗലവി KV മുഹമ്മദ് മുസ്ലിയാർ കാഫിറാണ് എന്ന് ഈ ഞാനോ പോകട്ടെ സുന്നത്ത് ജമാഅത്തിന്റെ ഏതെങ്കിലും പണ്ഡിതന്മാരോ എഴുതിയതോ പ്രസംഗിച്ചതോ ഒരു രേഖ ഈ ചേറ്റുകെട്ടിയിൽ ഒന്ന് പ്രസംഗിച്ച സെലഫിയെ കൊണ്ടുവന്ന മുജാഹിദുകൾ മൗലവിമാര് ഏതെങ്കിലും ഒരു മനുഷ്യന് കഴിയുമെങ്കിൽ മനുഷ്യത്വമുണ്ടെങ്കിൽ കൊണ്ടുവരണം. നിങ്ങൾ മനുഷ്യന്മാരാണ് കൊണ്ടുവരണം. ഉലായിക്ക കല്ലന്നാമി എന്ന് പറഞ്ഞ ആരെ പറ്റിയ തോന്നിവാസം പറഞ്ഞില്ലേ ഒരു അതിര്. എന്നാ നിങ്ങൾ കേട്ടോളി. ഈ മൗലവിമാര് ഈ ആലിമീങ്ങളെ കാഫിറാക്കിയിട്ട് ഞാൻ വാദപ്രതിവാദം നടത്തുമ്പോ എന്നെ ചോദ്യം ചെയ്യുന്നു, ഞാൻ മറുപടി അറിയുന്നു. കേട്ടോളി. മഞ്ചേശ്വരത്തെ സംവാദത്തിൽ ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ വാദത്തിൽ എഴുതിയതുപോലെ 1985 ഡിസംബറിലെ സൽസബീൽ മാസികയിലെ ഉദ്ധരണിയിൽ EK അബൂബക്കർ മുസ്ലിയാരെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും മറ്റും ഉമർ മൗലവി മുശ്രിക്കാക്കി എന്ന ഭാഗം നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുമോ? എന്നോട് ചോദ്യമാണ്. അതിന് ഞാന് മറുപടി പറയുന്നതും വായിക്കുന്നതും നിങ്ങൾ കേട്ടോളൂ. ഞാൻ അവിടെ പറഞ്ഞ വിശദീകരണവും കേട്ടോളൂ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഒന്നാമത്തെ ചോദ്യം, സൽസബീലിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, EK അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവരെ മുശ്രിക്കാക്കിക്കൊണ്ടുള്ള ഒരു വാചകം നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാൻ സാധിക്കുമോ എന്നാണ്. 1000 വട്ടം സാധിക്കും. ഒരു പ്രാവശ്യമല്ല, 1000 വട്ടം വായിക്കാൻ സാധിക്കും. ഞാൻ വായിക്കുന്നു, നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. ശവം തിന്നുന്നത് അല്ലാഹു ഹറാമാക്കി. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയർപ്പിക്കപ്പെട്ടതു തിന്നലും ബലിയറുക്കപ്പെട്ടതു തിന്നലും അല്ലാഹു ഹറാമാക്കി. എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടർ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, EK അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. വൈൻ അതഅ്തുമൂഹും ഇന്നകും ലമുശ്രികൂൻ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആരെപ്പറ്റിയാണ് ഇവിടെ മുശ്രിക്കെന്ന് അല്ലാഹു പറഞ്ഞത്? ആപൽക്കരമായ തെറ്റും ഔഢ്യവുമാണോ ഈ പറഞ്ഞത്? അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ വാക്ക് നിങ്ങൾ ന്യായമായ നിലയിൽ വിലക്കെടുക്കട്ടെയോ? എന്താണിത് വിഷയം? സാധാരണക്കാർക്ക് മനസ്സിലാകാൻ ഞാൻ ഒന്ന് വിശദീകരിക്കും. ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ KM മൗലവി മുശ്രിക്കാണെന്ന് പറഞ്ഞു. അപ്പൊ ഉമർ മൗലവി അതിനെ ചോദ്യം ചെയ്തു. നിങ്ങൾ എന്താണ് അയാൾ മുശ്രിക്കാണെന്ന് പറഞ്ഞത്? അപ്പോ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ പറഞ്ഞു, താവൂത്തിനെ അനുസരിക്കുന്നുണ്ട്. താവൂത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഗവൺമെന്റ് അല്ലാത്ത ഗവൺമെന്റ്, അതിനെ അനുസരിക്കുന്നുണ്ട്. അതുകൊണ്ട് KM മൗലവി മുശ്രിക്കാണ്. ആ ചർച്ച വന്നപ്പോ അദ്ദേഹം
ഉമർ മൗലവിയോട് ഈ കാര്യം പറഞ്ഞപ്പോ ഉമർ മൗലവി അതിൽ നിന്ന് മനസ്സിലാക്കി, ഇന്നക്കും ലമുശ്രികൂൻ, അതെ, താഹൂത്ത് ഗവൺമെന്റിന് വഴിപ്പെട്ടു കൊടുത്താൽ മുശ്രിക്കാണു എന്നാണ് അതിന്റെ അർത്ഥമെന്നാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ മനസ്സിലാക്കിയത്. അത് ഉമർ മൗലവി പറയാണ്. അതാണോ പറഞ്ഞത്? അത് ശവം തിന്നുന്നത് ഹറാമാക്കിയതാണ്. അല്ലാത്തവരുടെ പേരിൽ അർക്കപ്പെട്ടത് തിന്നൽ ഹറാമാണ്. അതുകൊണ്ട് അത് ബാധകമാകുന്നത് മുഹീദ്ദീൻ ശൈഖിന്റെ പേരിലും അതുപോലെ ബദരീങ്ങളുടെ പേരിലുമൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി അറുത്ത് മാംസം വിതരണം ചെയ്യുന്ന, അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന കാന്തപുരത്തിനും ഇ കെ അബൂബക്കർ മുസ്ലിയാർക്കും അതുപോലെ കൂറ്റനാട് മുസ്ലിയാർക്കും, അവർക്ക് മാത്രമല്ല അവർക്ക് വൈപ്പെട്ടു കൊടുക്കുന്ന ലോകത്തുള്ള മുഴുവൻ സുന്നികൾക്കും അല്ലേ ഇത് ബാധകം എന്നാണ് അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ പറഞ്ഞത്. അത് ഗവൺമെന്റിന് അംഗീകരിക്കുന്നതിനെ കുറിച്ചല്ലല്ലോ എന്ന് ഉമർ മൗലവി വിശദീകരിച്ചു എന്നാണ് അവിടെ ഉള്ളത്. ആദ്യം മുതൽ അവസാനം വരെ അത് നന്നായി മൗലവിമാർ എന്ന് വായിച്ചു നോക്കിയാൽ അതവർക്ക് ബോധ്യപ്പെടും. അപ്പൊ ഏതായിരുന്നാലും ആ ആയത്തിൽ പറഞ്ഞത് കാന്തപുരവും ഈക്കയും അതുപോലെ കൂറ്റനാടും അദ്ദേഹത്തെ അനുസരിക്കുന്നവരുമാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. അത് വ്യക്തമായി നിങ്ങൾ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളെ നേതാവ് ഉമർ മൗലവി എഴുതിയതാണ്. ഇന്നക്കും ലമുശ്രികൂൻ, നിങ്ങളെ എല്ലാ ആയത്തോതിലും ഇങ്ങനെ തന്നെയാണ്. ഇന്നക്കും ലമുശ്രികൂൻ, അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വാങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെയെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആരെ പേരാ പറഞ്ഞത്? കാന്തപുരം, ഇ കെ, കൂറ്റനാട്, അവർക്ക് വഴിപ്പെട്ടു കൊടുക്കുന്നവർ. ഇത് വായിക്കുന്നത് ഞങ്ങൾക്ക് എന്താണ് മടി? നിങ്ങൾ എഴുതി വെച്ചതാണ്. നിങ്ങളെ അവതരണത്തിൽ കാന്തപുരം ഉസ്താദ് ഉള്ളാളം തങ്ങൾ ഇ കെ കാഫറാക്കി എന്ന് പറഞ്ഞു. അത് ഞങ്ങളെ പുസ്തകമല്ല, ഞങ്ങൾ എതിരാളികൾ എഴുതിയതാണ്. എതിരാളികൾ എഴുതിയതാണ് ഞങ്ങളെ മേലേക്ക് വായിക്കുന്നത്. നിങ്ങൾക്കൊരു അല്പം ലജ്ജ വേണ്ട ഒരു കാര്യം ഉദ്ധരിക്കുമ്പോ ഞങ്ങളെ എതിരാളികൾ എഴുതിയതാണ്, ഇത് നിങ്ങൾ എഴുതിയതാണ്. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചോദിച്ചോ, പക്ഷേ മറുപടിയും പറഞ്ഞോ, പക്ഷെ ഒരു മാന്യത ആ വിഷയത്തിലൊക്കെ നിങ്ങൾ പാലിക്കണം. ഞങ്ങൾ എഴുതിയതല്ലത്, ഞങ്ങളെ എതിരാളികൾ എഴുതിയ ആരോപണമാണോ തെളിവ് പറയുന്നത്? അങ്ങനെയാണ് ലോകത്താർക്കും എന്തും തെളിവ് പറഞ്ഞൂടെ? നിങ്ങൾ തെളിവ് പറയണം. കാരണം ആ ആരോപണം വാസ്തവത്തിൽ പറയപ്പെട്ടത് ഇ കെ അബൂബക്കർ മുസ്ലിയാരെ പറ്റിയാണ്. ഇ കെ അബൂബക്കർ മുസ്ലിയാർ കൂറ്റനാടിനെ കാഫറാക്കി എന്നാണ് ആരോപണം പറഞ്ഞവര് പറഞ്ഞത്. വാസ്തവത്തിൽ ഇ കെ കാഫറാക്കിയിട്ടില്ല. അത് ഇ കെയുടെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞതാണ്. ഒക്കെ ഞാൻ ശേഷം ഇൻഷാ അല്ലാഹ് കേൾപ്പിക്കുന്നുണ്ട്. എന്നാൽ ഉള്ളാളെ നിങ്ങളും കാഫറാക്കില്ല. അതൊക്കെ ഞാൻ ഇവരെ മുന്നിൽ ഇരുത്തിയിട്ട് ഇവരെ മുന്നിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അങ്ങനെ കെ വി കൂറ്റനാടും കാന്തപുരം ഉസ്താദും ഇ കെ ഉസ്താദും അവര് മുശ്രിക്കാണെന്ന് മൗലവിമാര് പഠിപ്പിച്ചപ്പോ അതിനെതിരെ വാദപ്രയോഗം നടത്തിയ ആളാണ് ഞാന്. ആ വാദപ്രയോഗത്തിലെ വാചകങ്ങൾ നിങ്ങൾ കേട്ട് ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ആ വാദപ്രതിവാദത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മൗലവിമാരെ ഇരുത്താൻ കഴിഞ്ഞൊരു രംഗുണ്ട്. മൗലവിമാർക്ക് ഒന്നിനും മറുപടി പറയാൻ കഴിഞ്ഞില്ല, അത് വേറൊരു വിഷയം. എന്നാൽ ഒരു വിഷയത്തിൽ മൗലവി അങ്ങോട്ട് ഇരുന്നു പോയി, പിന്നെ മൗലവി എണീറ്റില്ല, വേറെ മൗലവി എണീറ്റ്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അതെന്താണെന്നറിയോ? അത് മൗലവി അതിന്റെ അപ്പുറം ഇപ്പുറം കാട്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. അതെന്താ വിഷയം എന്നറിയോ? കായക്കൊടിക്കാരൻ മൗലവി എന്ന് പറഞ്ഞാൽ ഈ അന്യ പെണ്ണുങ്ങളെ കൂടെ അയാള് പോയി ഇരുന്നിട്ട് കാന്തപുരം ഉസ്താദിന് ഫോൺ ചെയ്യുന്നേ, കാന്തപുരം ഉസ്താദിനെ വിളിക്കുന്ന ചിത്രം ഞാൻ കടവത്തൂരിലെ CD-യിൽ കയറ്റിയിട്ടുണ്ട്. അതിരിക്കട്ടെ, ഇപ്പൊ അതിലേക്കൊന്നും കടക്കുന്നില്ല. ആ മൗലവി അയാള് മൂപ്പർക്ക് നല്ല മറുപടി കിട്ടിയാ പോയെങ്കിരിക്കും. പക്ഷെ ആ ഏഷ്യാനെറ്റിന്റെ അകത്തുള്ള പരിപാടി പോയി പെണ്ണുങ്ങളെ മടിയിലായി. അതുപോലെ വാദപ്രതിവാദത്തിൽ പോയങ്ങട്ട് ഇരുന്ന് മൂപ്പര്. പിന്നെ മൂപ്പര് എണീറ്റില്ല. പിന്നെ സക്കരിയ സലായി എണീറ്റ്. അതെന്തായാലും സംഭവം തന്നെ, നിങ്ങള് മൗലവിമാര് നമ്മൾ കാഫറാക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെറ്റി തീർക്കാനേ, സുന്നികള് കാഫറാക്കുന്നുണ്ടെന്ന് വെറ്റി തീർക്കാനേ ഒരു ലേഖനം വായിച്ചു. സിറാജില് പി പറങ്ങൂർ എഴുതിയ ഒരു ലേഖനം. ആ ലേഖനത്തിലുള്ളത് കാഫിർ കളി, കുഫ്ർ കളി പാടില്ല എന്നാ. കുഫ്ർ കളി കളിക്കണമെന്നല്ല. പക്ഷേ അതില് മൂപ്പര് എഴുതിയത് എന്താ? മൂപ്പര് എഴുതിയത് തന്നെ കെ വി കൂറ്റനാട് ഖുർആൻ പരിഭാഷ എഴുതിയ കാലത്ത് ഇ കെ ഉസ്താദ് ഖുർആൻ പരിഭാഷ കുഫ്രിയത്തിലേക്ക് എഴുതിയിരുന്നു. കെ വി കൂറ്റനാട് കുഫ്രിയത്തിലേക്ക് എന്നല്ല എഴുതിയത്, ഖുർആൻ പരിഭാഷ കുഫ്രിയത്തിലേക്ക് എന്ന് എഴുതിയിരുന്നു. കുഫ്രിയത്തിലേക്ക് അവിടെ എഴുതിയ, കുഫ്രിയത്തിൽ പോയി എന്നല്ല, കുഫ്രിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പരിഭാഷ ചെയ്ത് ചിലപ്പം എന്ത് ചെയ്യും,
എന്തെങ്കിലും വാചകമൊക്കെ തെറ്റിപ്പോയാൽ ചിലപ്പോൾ അബദ്ധം വരും. അതുകൊണ്ട് പറഞ്ഞതാണ് കുഫ്രിയത്തിലേക്ക്. ഇതിങ്ങ് വായിച്ച് മൂപ്പര് വായിച്ചപ്പോ ഞാൻ നല്ല 1-ാം നമ്പർ ഉരുളക്കുപ്പേരി പോലത്തെ മറുപടി അങ്ങ് പറയും. ഞാൻ എന്താ പറഞ്ഞറിയൂ, ഞാൻ പറഞ്ഞു കുഫ്രിയത്തിലേക്ക് തന്നെ കുഫറിലെത്തിയിട്ടില്ല എന്നതിന്റെ അർത്ഥം, അവരായിട്ടില്ല എന്നാ. നമ്മൾ ദുബായിലേക്ക് ഒറ്റ ചോദിച്ചു എയർപോർട്ട് നീ എവിടത്തേക്കാണ്, ദുബായിലേക്ക് തന്നെ. അയാൾ ദുബായിലെത്തിയോ? അയാൾ എയർപോർട്ടിലാണ്. സൗദിയിലേക്ക് തന്നെ അയാൾ സൗദിയിലെത്തിയോ? ഇല്ലാന്നാ, അയാൾ എത്തിയിട്ടില്ലാന്നാ. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാറന്നൂർ എഴുതിയത് കുഫ്രിയത്തിലേക്ക് നീക്കി എഴുതിന. ഇയാളെന്തിനും മൗലവിമാരെപ്പോഴും ഒന്നുമില്ല കക്കൂ അല്ലെ കൂട്ടും, അതില്ലാണ്ട് ഒന്നും വായിക്കാൻ അവർ കൊണ്ട് കഴിയൂല. കാരണം സത്യം എന്ന് പറഞ്ഞ സംഗതി അവരെ നാവും വരും അല്ല പഠിച്ചിട്ടില്ല. അങ്ങനെ ആയിപ്പോ എന്താക്കാൻ അല്ല നന്നാകട്ടെ. കുഫ്രിയത്തിൽ പോയി എന്നാണ് മൗലവി പറയുന്നത്. അത് പച്ചക്കള്ളാണ്. അതുകൂടി മനസ്സിലാക്കി വെച്ചോളി. ഒന്ന് കൽപ്പിച്ചെടുത്ത മനെ. കാഫിർ മതം കൊണ്ടുള്ള കളി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഖുർആൻ പരിഭാഷയെ പറ്റി സുന്നി വോയിസിൽ എഴുതിയ ലേഖനത്തിൽ ശംസുൽ ഉലമ തന്നെ കേവിയുടെ പോക്ക് കുഫ്രിയത്തിലേക്കാണെന്ന് എഴുതിയിട്ടില്ലേ? ഇത് എതിരാളി എഴുതിയതാണോ? എതിരാളിയുടെ പത്രമാണോ? സിറാജ് പത്രമാണ് കേവിയെ ഈ കാഫിറാക്കി കുഫ്രിയത്തിലേക്ക് പോയി എന്നാണ് എഴുതി വെച്ചത്. കണ്ടോ, കുഫ്രിയത്തിലേക്ക് പോയി എന്നാണ് എഴുതി വെച്ചത്. അങ്ങനെ അതിലില്ല, അത് പച്ചക്കള്ളാണ്. കുഫ്രിയത്തിലേക്ക് പോയി എന്നതിലില്ല. അത് മൗലവിന്റെ വകയിൽ പച്ചക്കള്ളം പറഞ്ഞാണ്. കളവല്ലാതെ നാം എടുത്തോ ഇവർ പറയൂലല്ലോ. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇവർക്കുള്ള ഏറ്റവും വലിയ വെറുപ്പ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 1400 കൊല്ലം മുമ്പ് തന്നെ ഇവരെ പറ്റി പറഞ്ഞായിരുന്നു. യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന. ധാരാളം കളവ് പറയുന്ന ഒരു കൂട്ടർ വരും, കബളിപ്പിക്കുന്ന ഒരു കൂട്ടർ വരും. അവർക്ക് ലക്ഷണവും പറഞ്ഞ് യതൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളും നിങ്ങൾ ഉപ്പാപ്പാരും കേൾക്കാത്ത പുതിയ വർത്തമാനം കൊണ്ടുവരും. അതുകൊണ്ട് ഇയ്യാകും വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. നിങ്ങൾ പേപ്പിച്ച് കളയരുത്, നിങ്ങളെ നശിപ്പിച്ച് കളയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സലാത്ത് മുഴുവനും മുടക്കാനായി ഇവർ നടക്കുക. അതിനുശേഷം കൽപ്പിക്കുന്നു സലാത്ത് മുടക്കുന്നത്. എന്നാൽ അതിന് ഞാൻ പറഞ്ഞ മറുപടി ഒന്ന് കേട്ടോളി. കെ അബൂബക്കർ മുസ്ലിയാർ കാഫിറാക്കിയിട്ടില്ല എന്ന് വാസ്തവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഈ സംവാദം നടക്കുമ്പോ കെ ഉസ്താദ് വഫാത്തായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ കെ ഉസ്താദ് അവരുകളുള്ള സംഘടനയിലല്ല ഞാനുള്ളത്. പക്ഷേ സംഘടന 1, 2, 3 ആയാലും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ മുജാഹിദിന്റെ മുന്നിൽ അവർ ആലിമീങ്ങളെ ചോദ്യം ചെയ്യുമ്പോ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിച്ചിട്ട് ആലിമീങ്ങളെ മുജാഹിദിന് ചോദ്യം ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന ഏർപ്പാട് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഒരാളിൽ നിന്നുണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ കെ ഉസ്താദിന് വേണ്ടി ഞാൻ അവിടെ വാദിക്കാൻ ആ വാദിക്കുന്നത് കേട്ടോളിങ്ങൾ വെച്ചുകൊടുത്താമനെ. അറന്നൂർ വൈദികുട്ടി മുസ്ലിയാർ കുഫ്രിയത്തിലേക്ക് പറഞ്ഞതായി എഴുതി. കുഫ്രിയത്തിലേക്ക് കുഫ്രായിട്ടില്ല എന്നല്ലേ അർത്ഥം? ഒരാൾ എയർപോർട്ട് കണ്ട് എവിടത്തേക്കാ? ദുബായിലേക്ക്. ദുബായിലെത്തിയോ? ഇല്ല. കുഫ്രിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കവറായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോ നിങ്ങൾക്ക് മലയാളവും മനസ്സിലാകുന്നില്ല, അറബിയോ മനസ്സിലാകുന്നില്ല, മലയാളവും മനസ്സിലാകുന്നില്ല. കുഫ്രിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്ന് എവിടത്തേക്ക്? സൗദിയിലേക്ക്. അത് സൗദിയിലെത്തിയോ? ഇല്ല. കുഫ്രിയത്തിലേക്ക് കെ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. അതുകൊണ്ടാ കെ വിവരമുള്ള പണ്ഡിതനാണ്. അദ്ദേഹം മറ്റൊരാളെ കാഫറാക്കുകയില്ല. ഉള്ളാളെ നിങ്ങൾ മറ്റൊരാളെ കാഫറാക്കുകയില്ല. അവരാരും ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ചോദിച്ചോളൂ. ഓരോന്നിനും വ്യക്തമായ, ക്ലിയറായ, വളരെ കറക്റ്റായ മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് കേട്ടപ്പോ മൗലവി പതറി. മൗലവി കാര്യമായിട്ട് വായിച്ചതാണല്ലോ സിറാജ്. അത് ഞാൻ അതിന് ശരിക്കും മലയാളം അറിഞ്ഞൂടാതെ പറയും. മൗലവിക്ക് മലയാളം അറിയാതിട്ട് അതിന് ശരിക്കും വായിച്ചു പറഞ്ഞപ്പോ മൗലവി പതറിയപ്പോ പിന്നെ എന്താ ഉണ്ടായെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. മൗലവിക്ക് വേറൊരു സിറാജ് എടുത്തു കൊടുത്ത് വേറൊരു ചങ്ങാതി. ആ സിറാജിൽ ഒരു പണ്ഡിതന്റെ ഈ ലേഖനമല്ല, അതിന്റെ എഡിറ്റർ കോളല്ല, സിറാജിൽ ഉത്തരവാദിത്തമുള്ള ലേഖനമല്ല, ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ എഴുതിയ ഒരു ലേഖനം. സിറാജിൽ മുസ്ലിമീങ്ങളും എഴുതൂ, അമുസ്ലിമീങ്ങളും എഴുതൂ, രാഷ്ട്രീയക്കാരും എഴുതാ. ഒരു പത്രമാണ്, നിങ്ങൾക്ക് കാണാം. ഏത് പത്രം അങ്ങനെ തന്നെയാണ്. ആ പത്രത്തിൽ ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ എഴുതിയ ഒരു വാചകം, ആ വാചകത്തൊന്ന് വായിച്ചിട്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചു ഇവര്. മൗലവി വായിച്ചു. പക്ഷെ എന്തായിന്നറിയോ? എന്റെ ഈ മറുപടിയുടെ മുമ്പിൽ പതറിയ മൗലവി അത് വായിച്ചിട്ട് എന്താ പറഞ്ഞെന്നറിയോ നിങ്ങള്? മൗലവി പറഞ്ഞു, എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാ നിങ്ങളാ. എയർപോർട്ടിൽ എത്തിച്ചേരാന്നാ പറയേണ്ടി. വാസ്തവത്തിൽ നിങ്ങളങ്ങ് സൗദിയിൽ എത്തിച്ചേരാന്നാ പറയേണ്ടി. പക്ഷെ മൂപ്പർ പറഞ്ഞത് എയർപോർട്ടിൽ എത്തിച്ചേരാനാ. എന്നിട്ട് മൂപ്പർ പറഞ്ഞു ഒരു വായിച്ചു. ആ വായിച്ച കേൾപ്പിക്കുന്നു. അത് വായിച്ചിട്ട് മൂപ്പർ ചോദിച്ചു, ഈ രാഷ്ട്രീയക്കാരന്റെ ലേഖനാണ്, നമുക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ലേഖനാണ്.
അത് വായിച്ചിട്ട് ഉമർ ചോദിച്ചു, ഇപ്പൊ എയർപോർട്ടിലോ എയർപോർട്ടിന് ഇപ്പുറത്തോ? ചോദിക്കേണ്ടത് എങ്ങനെയാ? സൗദിയിൽ എത്തിയില്ലേന്നാ ചോദിക്കേണ്ടി, അല്ലെ ദുബായിൽ എത്തിയില്ലേ? മൂപ്പർ ഇതിൽ പതറിപ്പോയിട്ട് ചോദിക്കാൻ കഴിയില്ല. ചോദിച്ചെങ്ങനെയാ തെറ്റിപ്പോയി. അപ്പൊ ഞാൻ ഇപ്പുറത്ത് ഇവന്റെ ഇയാളെ ഈ പതറലൊക്കെ കണ്ടിട്ട് വാദപ്രധാനം ഞാൻ ചിരിച്ചുപോയി. ആ ചിരിച്ചത് ഒരു ക്ലിപ്പാക്കിയിട്ട് ഇവിടെ ഓരോ കാണിച്ചു. എവിടെ? ഈ ചേച്ചിട്ടിന് പോലെ പറയാ, കണ്ടോ ചിരി. പിന്നെ ഇവരിങ്ങനെ വീഴുമ്പോ നമ്മൾ ചിരിക്കലാണ് കരിയ. വാദപ്രധാനത്തിന് മൗലവിമാര് വീഴുമ്പോ നമ്മൾ പിന്നെ കരിയ വേണ്ട. ഇവരെ കണ്ടോ എന്തൊരു ചിരിയാണ്. മൗലവിമാര് വീഴുമ്പോ ഞാൻ ചിരിക്കാതെ കരിയാ വേണ്ടേ? അത് നിങ്ങളൊന്ന് കേട്ടോളി. ഇയാൾ പറയും മുർത്തത്തും കാഫിറും ശബ്ദം കൂട്ടി വായിക്കുന്നുണ്ട്, പക്ഷെ പറഞ്ഞേ പകരപ്പോയി. അതൊന്ന് വെച്ചുകൊടുത്താവനെ. എയർപോർട്ടിലേക്കല്ല, നിങ്ങൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാം. എയർപോർട്ടിലേക്കല്ല, നിങ്ങൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാം. ഇത് സിറാജ് പത്രം 1989 നവംബർ. എന്താ പറയണത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിമാസവുമാണെന്നും അതെഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. കൂറ്റനാട് മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. ഇപ്പൊ എവിടെയാ കേവി ഉള്ളത്? എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിന് ഇപ്പുറത്താണോ? എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിന് ഇപ്പുറത്താണോ? ചോദിക്കട്ടെ, സൗദിയിൽ എത്തിയില്ലല്ലേ ചോദിക്കണ്ടേ? ദുബായിൽ എത്തിയില്ലേ ചോദിക്കട്ടെ? എയർപോർട്ടിന്റെ ഇപ്പുറത്താണോ ചോദിച്ചു. ആ ലേഖനത്തിൽ നമുക്കൊരു ഉത്തരവാദിത്തം ഏതോ രാഷ്ട്രീയക്കാരൻ എഴുതിയതാണ്. എന്തായാലും രസാതല്ല ഇത്. ഇയാൾ വായിക്കുമ്പോ ഞാനിങ്ങനെ ചിരിച്ചു നിൽക്കാറ്. കാരണം ഇയാൾ വീണ്ടും കണ്ടിട്ട് എനിക്കതിലൊരു മറുപടി ഉണ്ട്. മറുപടി എന്റെ മനസ്സിലിങ്ങനെ ഓർമ്മയുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ്. ആദ്യം ഇവിടുന്ന് ക്ലിപ്പാക്കിയിട്ട് എന്റെ തല മാത്രം കാണിച്ചിട്ട് മൗലവി ഇവിടുന്ന് ചോദിച്ചു. എന്നോട് കണ്ടവർ പറഞ്ഞാൽ തല മാത്രം ഒന്നും എഴുതാ കാണിച്ചെന്ന് അറിയില്ല. ഇനിയിപ്പോ സീറ്റർക്കൊക്കെ അല്ലെ ശരിക്കും മനസ്സിലാവുള്ളൂ. മൗലവി ചോദിക്കാണ്, കണ്ടോ ചിരി ചിരി, എന്തോ ചിരി. എന്റെ മൂപ്പൻ ചോദിക്കാം, ഇന്ന് വരെ ഇതിനെപ്പറ്റി മിണ്ടിയോ? ഏത് ഇത് അനീഫ വായിച്ചപ്പോ ഇന്ന് വരെ മിണ്ടിയോ എന്നാ മൂപ്പരെ ചോദ്യം. അതൊന്ന് കേട്ടിട്ട് ഞാൻ അന്ന് മിണ്ടിയത് എന്താണെന്നും അതിന്റെ മറുപടി പറഞ്ഞത് എന്താണെന്നും പിന്നെ അവിടെ ഹനീഫ മൗലവി എഴുന്നേറ്റിട്ടില്ലാന്നും പിന്നെ എണീറ്റത് സക്കരിയാണ് എന്നുള്ളതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മിണ്ടിയോ പിന്നെ കാണിച്ചു തരാം. അതിന് മുമ്പ് ഇയാൾ ചിരിച്ചു എന്നും പറഞ്ഞിട്ട് ചെറ്റിയെന്ന് പറഞ്ഞു നികപ്പിച്ചോണ്ടാവാനെ. കണ്ട എന്താണ് ആ ചിരി? കണ്ടില്ലേ? എന്താണ് ആ ചിരി? മനസ്സിലായില്ലപ്പോ? കാഫിറാക്കി എന്നാണ് കാണിച്ചു കൊടുത്തപ്പോഴേ എയർപോർട്ടിലേക്ക് അല്ലെങ്കിൽ ദുബായിലേക്ക് എന്ന് പറഞ്ഞാൽ ദുബായിൽ എത്തിയോ? ദുബായിൽ എത്തിയ കോലാണ് കാണിച്ചു കൊടുത്തു. സിറാജ് ദിനപത്രത്തിൽ നിന്ന് ഇന്ന് വരെ മിണ്ടിയോ? കണ്ടോ, മൂപ്പർക്ക് ഒരു കാര്യം തിരിഞ്ഞു. ഹനീഫ പറഞ്ഞത് ശരിയല്ല, മൂപ്പർ ഒന്ന് തിരുത്തിയാണ് ദുബായിൽ എത്തിയ കാണിച്ചു കൊടുത്തു. ഹനീഫ പറഞ്ഞ എയർപോർട്ടിൽ എത്തിയില്ല. ആ മൂപ്പർ ഒന്ന് തിരുത്തി നോക്കാണ് ഷാർജന്ന് വന്നിട്ട്. അവിടെ നമ്മളെ CD പണ്ടത്തെ ഇവിടെ ബാക്കിയില്ലേ? ഇപ്പൊ നിർത്തിയിട്ട് കാര്യമുണ്ടോ? അത് കോടതിയിൽ വെച്ചിട്ടാ കാര്യം മനസ്സിലാകുന്നത്. അത് വാദപ്രകാരത്തിൽ മനസ്സിലാക്കേണ്ടിയല്ലേ? ഇരിക്കട്ടെ. അപ്പൊ ഇന്ന് വരെ മിണ്ടിയോ മൂപ്പര് ചോദിച്ചു. അപ്പൊ എന്താ കേട്ടവര് മനസ്സിലാക്കുക? ഈ ചേച്ചിയായിട്ടിന് കേട്ടവരെന്താ മനസ്സിലാക്കുക? ഇതൊക്കെ പറഞ്ഞപ്പോ പേരോടാ പാടി ഇരുന്നു പോയിന്നല്ലേ. അതിന്റെ ശേഷമുള്ള ഒന്ന് കേട്ടോളി ഞാൻ പറയുന്ന മറുപടി. ഒന്ന് വെച്ചോട്ടാമേ. കൂറ്റനാട് മുസ്ലിയാർ ഖുർആൻ പരിഭാഷ എഴുതിയതുകൊണ്ട് കാഫിറും മുർത്തദ്ദുമാണ് എന്ന് EK അബൂബക്കർ മുസ്ലിയാർ എഴുതിയ ഒരു ലേഖനം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? അല്ലെങ്കിൽ ഞങ്ങളെ ഒരു പണ്ഡിതൻ അങ്ങനെ എഴുതിയതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്കതാ കാണേണ്ടത്. കൂറ്റനാട് മുസ്ലിയാർ കാഫിറും മുർത്തദ്ദുമാണെന്ന് എഴുതിയ ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ ഒരു ഉദ്ധരണി നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. EK അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ എഴുതിയെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? കാന്തപുരം എഴുതിയെന്ന് കാണിക്കാൻ കഴിയുമോ? നിങ്ങളത് കാണിക്കണം. കാഫിറും മുർത്തദ്ദുമാണ് കൂറ്റനാട് മുസ്ലിയാർ എന്ന് എഴുതിയ ഒരു ലേഖനം നിങ്ങൾ കാണിക്കണം. നിങ്ങളാണ് അത് ഉദ്ദേശിച്ചത്. നിങ്ങളെ പണ്ഡിതനായ ഉമർ മൗലവി, നിങ്ങൾ മാല ചൊല്ലുന്ന ഉമർ മൗലവി, അതെ നിങ്ങൾ മാല ചൊല്ലാറില്ലേ? ഇസ്ലാഹി മാസികയിലെ മാല. അതെ, സ്വർഗത്തിലേക്കു കൂതിച്ചോ ചേതന വേദന ശാന്തീതൻ സായുജ്യമാകുവാൻ. ഉമർ മൗലവി സ്വർഗത്തിലേക്ക് കുതിക്കുമ്പോ ഫോട്ടോ എടുത്തവരല്ലേ നിങ്ങൾ? മാലയില്ലേ ഇസ്ലാഹില്? നിങ്ങൾ പിന്നെ ഞങ്ങൾ വിമർശിക്കാൻ തുടങ്ങിയപ്പോ തിരുത്തി എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? അതുപോലെ നിങ്ങൾ ഇസ്തിഗാസ ചെയ്യുന്ന ഉമർ മൗലവി, അതെ ആ വിചിന്തനത്തിലില്ലേ ഉമർ മൗലവി വിളിച്ചു പറഞ്ഞത്? ആ ഇസ്തിഗാസ ചെയ്യുന്ന ഉമർ മൗലവി അദ്ദേഹമാണ് എഴുതിയത് ഞങ്ങളെ പണ്ഡിതന്മാരെ പേര് വെച്ചിട്ട് മുശ്രിക്കുകളാണ്. അതുപോലെ ഞങ്ങളുടെ ഒരു ആധികാരിക പണ്ഡിതൻ
കൂറ്റനാട് KV മുസ്ലിയാർ കാഫിറും മുർത്തത്തുമാണ് എന്നെഴുതിയത് നിങ്ങൾ തെളിയിക്കണം. കണ്ടോ? തെളിയിക്കണം എന്ന് ഞാനവിടെ പറയാണ്. എന്നെ തെളിയിക്കാൻ കഴിയുന്നുണ്ടോ? അത് അടുത്ത കേൾക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഇതൊക്കെ മുജാഹിദിന്റെ CD-യാണ് ഞാൻ കേൾപ്പിക്കുന്നത്. മുജാഹിദ് ഇറക്കിയ CD-യാണ് ഞാൻ കട്ട് ചെയ്ത് കേൾപ്പിക്കുന്നത്. ഞങ്ങളെന്തെങ്കിലും തിരുമറിയാത്തിയൊന്നുമല്ല. അവരൊന്ന് ശരിക്കട്ടെ, അത് തെളിയിക്കണം എന്ന് ഞാൻ പറയാണ്. അപ്പൊ നമ്മളെ ഹനീഫക്ക് പിന്നെ ഉണ്ടാട്ടില്ല. ഹനീഫ അവിടെ തീരുന്നു. പിന്നെ സക്കരിയ നീറ്റോക്കി. സക്കരിയ എന്താ പറഞ്ഞറിയോ? സക്കരിയ പറഞ്ഞു, സിറാജിന് രാഷ്ട്രീയകാര്യ ലേഖകൻ വന്നിട്ട് എന്താ പേര് കൊടുക്കാൻ ധൈര്യമില്ലാത്ത ഇങ്ങനെ മൂപ്പർ ചൂടാകണ്ട്. പേര് കൊടുക്കാൻ എന്താ ധൈര്യം? രാഷ്ട്രീയക്കാരെങ്ങനെ എന്തൊക്കെ എഴുതൂ? അത് ഏത് പത്രത്തിലാണ് രാഷ്ട്രീയക്കാർ വലതും എഴുതൂലേ? അതാണോ നമ്മളെ മുമ്പിൽ കൊണ്ടുവന്ന് ഉദ്ധരിക്കേണ്ടത്? അപ്പോ രാഷ്ട്രീയക്കാരനെ എഴുതിയ സംഭവമാണത്. അത് ഈ മൂപ്പർക്ക് പിന്നെ ചൂടാകുകയാണ്. പിന്നെ ഹനീഫ പിന്നെ എണീറ്റിട്ടില്ല. അയ്യൊരു തീർത്ഥം തന്നെയാണ്. മറ്റേ എഴുതിയിട്ട് പറയുന്നത് കേട്ടോളൂ. ഞാനൊന്നും കൂടി വെക്കുന്നില്ല, ശരിക്ക് കേട്ടോ. ഞങ്ങൾ ഇവിടെ വായിച്ചത് സിറാജാണ്. സിറാജ് എന്ന് പറഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വയാണ് നിങ്ങൾ പറയുന്നത്. 1989 നവംബറിൽ മുസ്ലിങ്ങളുടെ സമ്മതിദാനം മാറി. കൂറ്റനാടിന്റെ അവസരവാദം നിർത്താനായില്ലേ രാഷ്ട്രീയകാര്യ ലേഖകൻ? കണ്ടോ? അതിലാ പറഞ്ഞത് ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചത് ജനങ്ങൾ മറന്നിട്ടില്ല. ഈ സിറാജ വായിച്ചത്. സിറാജ് നിങ്ങൾ തള്ളി പറയോ? സിറാജിൽ ആരെഴുതിയാ നിങ്ങൾ രാഷ്ട്രീയകാര്യ ലേഖകൻ? പേര് കൊടുക്കാൻ ധൈര്യമില്ലാത്തവൻ ആരാ? ചൂടാകാണ്. ഞാൻ ചോദിച്ചിട്ട് നമ്മളെ പണ്ഡിതന്മാര് ഒക്കെ എഴുതിയിട്ടുണ്ടോ കൂറ്റനാടിനെ പറ്റി? കാന്തപുരസ്ഥാൻ എഴുതിയിട്ടുണ്ടോ? ഏതെങ്കിലും പണ്ഡിതൻ എഴുതിയിട്ടുണ്ടോ എന്ന് എന്റെ ചോദ്യം. നിങ്ങൾ എഴുതിയ ഉമർ മൗലവി നിങ്ങളെ പണ്ഡിതനാ? അയാളാ എഴുതിയത് ഈക്കയും കാന്തപുരവും KV-യും ഈ കൂറ്റനാടും മുശ്രിക്കാണ് എഴുതിയത്. ഞങ്ങളെ പണ്ഡിതൻ എഴുതിയിട്ടുണ്ടോ? ഏതോ രാഷ്ട്രീയക്കാരൻ എന്തോ എഴുതിയിട്ടുണ്ട്. പിന്നെ സിറാജ് നിങ്ങളെ പത്രല്ലേ? സിറാജ് തന്നെ പത്രം ഒരു വിഭാഗത്തിന്റെ പത്രമായതുകൊണ്ട് സിറാജ്, ചന്ദ്രിക, മാധ്യമം, അതുപോലെ മനോരമ, അങ്ങനെ പല പത്രങ്ങളുണ്ട്. ഈ ഒരു പത്രം ഒരു വിഭാഗത്തിന്റെ ആയതുകൊണ്ട് അതിൽ വരുന്ന എല്ലാ കാര്യവും പത്രത്തിന്റെ ആളുകൾക്ക് ഉത്തരവാദിത്തമുള്ളതാ. നല്ല കോളായി. ഓരോന്നിനും ഓരോ കണക്കുണ്ട്, അതിനൊക്കെ ഓരോ ഭാഗങ്ങളുണ്ട്. ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? അപ്പൊ ഈ മൗലവി ഞങ്ങളെ സംബന്ധിച്ച് പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കിയതാണ്. ഞങ്ങൾ കാഫിറാക്കുന്നു. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്നോട് ചോദിക്കാൻ മിണ്ടിയതായി ഇപ്പൊ നിങ്ങൾ കേട്ട് ഞാൻ മറുപടി പറഞ്ഞതും അവസാനം മൗലവിമാർ കുടുങ്ങിയതാണ് നിങ്ങൾ കേട്ടത്. ഇനി മൗലവിന്റെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കട്ടെ. ഞാന് ആ കളവ് നടത്തുന്നവന്റെ നാവ് നാളെ പരലോകത്തിലെത്തില്ലേ? അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ. നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ സാധാരണക്കാർ നിങ്ങൾ മനസ്സിലാക്കണം. ഇത്ര പച്ച മലയാളത്തിൽ നടന്നൊരു പ്രസംഗത്തെ കക്കുന്നവന് അറബിയിലുള്ള കിതാബിൽ എത്ര തട്ടിപ്പ് നടത്താം, എത്ര കളവ് നടത്താം, എത്ര തോന്യാസം നടത്താം, എത്ര വെട്ടിമാറ്റൽ നടത്താം. കേട്ടോ? നടന്ന വാദപ്രതിവാദത്തിന് മുജാഹിദീങ്ങൾ ഇറക്കിയ CD-യിൽ ഞാൻ ആ ഹനീഫ മൗലവിയുടെ ചോദ്യത്തിന് വ്യക്തമായി മറുപടി പറഞ്ഞത് ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ട് മൗലവി പറഞ്ഞില്ലേ പിന്നെ മിണ്ടിയോന്നല്ലേ ചോദിച്ചത്? ഞാൻ പറഞ്ഞ മറുപടി ആ CD-യിൽ ഇല്ലേ മൗലവിമാരെ? എന്നിട്ട് ഇവിടെ ആ CD കേൾക്കാത്ത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പച്ചക്കള്ളം മൗലവി പറഞ്ഞില്ലേ? ആ പച്ചക്കള്ളം മൗലവി പറഞ്ഞെങ്കിൽ ആ കള്ളം പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ മൗലവിന്റെ കൊണ്ട് ഞാൻ പറയിച്ചത്. ഇനി ഞാൻ പറയട്ടെ, മൗലവി ഞാൻ ചിരിക്കുന്നത് കാട്ടി എന്താ ചിരിന്ന് ചോദിച്ചില്ലേ? ചിരിയാണല്ലോ എനിക്കുണ്ടായത്. സംവാദം നടത്തുമ്പോ എനിക്ക് ചിരിയാ ഉണ്ടായത്. നിങ്ങളെ മൗലവിക്ക് എന്താ ഉണ്ടായെന്ന് നിങ്ങള്? ഞാന് സംവാദത്തിൽ നല്ല നല്ല കടകടാന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കുമ്പോ മൗലവി നാവ് കടിക്കുന്നത് കണ്ടോളി. അരി അപ്പുറത്തെ മൗലവി നാവ് കടിക്കുന്നത് കണ്ടോളി. ഒന്ന് വെച്ചോട്ടാ മോനെ, ഞാൻ ചിരിക്കല്ലേ? ഇത് ദൈവമാണെന്ന് വിശ്വസിച്ചവർക്ക് അവർ എന്ത് ചെയ്തു കൊടുക്കും? ഒന്നും കൊടുക്കൂല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ നബിയാണെന്ന് വിശ്വസിച്ചവർക്ക് ഒന്നും കൊടുക്കുകയില്ലെന്ന് ഖുർആനിൽ എവിടെയുള്ളത്? ദൈവമാണെന്നോ ദൈവത്തിന്റെ ഗുണമെന്തെന്നോ വിശ്വസിച്ചുകൊണ്ട് വിളിച്ചവർക്ക് അവരൊന്നും ചെയ്തു കൊടുക്കൂല. അതിന് ആർക്കും തർക്കമില്ലാത്ത വിഷയങ്ങൾ വലിച്ചിടല്ല. നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറയാം. ബിംബാരാധന നമുക്ക് തർക്കമുള്ള വിഷയമല്ല. നമ്മളിവിടെ ഒരു വ്യവസ്ഥ ചെയ്തിട്ടാ വാദപ്രവാദം നടത്തുന്നത്. ബിംബാരാധന ശിർക്കാണോ അല്ലേ എന്ന് പറയാൻ നമ്മളിവിടെ വാദപ്രവാദത്തിന് വന്നത് അല്ല. നമ്മളെ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയം വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്ന മുസ്ലിം അള്ളാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തേടി, നബിയാണ് വലിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തേടി, അങ്ങനെ നേടുന്നത് ശിർക്കാണെന്ന് നിങ്ങൾ ഒരൊറ്റ തോന്നിയിട്ടില്ല, ഒരൊറ്റ ഹദീസ് തോന്നിയിട്ടില്ല.
നിങ്ങൾ ഓതിയതൊക്കെ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത ശിർക്കാണെന്ന് പറയുന്ന ആയത്താ. അതെ, എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കാതെ വിളിച്ചവരും പറഞ്ഞവരും ആരാധിച്ചവരുമാണ്. യഅ്ബുദൂന, അവർ ആരാധിച്ചവരാണ്, ഞങ്ങളതല്ല, ഞങ്ങൾ ഇസ്തിഗാസ ചെയ്തവരാണ്. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിനോട് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നമ്മൾ വിളിച്ച് സഹായം തേടണം എന്നവിടുത്തെ കിതാബുൽ പുണ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പുണ്യത്താണിത്. നിഷേധിക്കുന്നില്ല. നിഷേധിച്ചാൽ നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ തുറന്നു കാണിക്കും. നിഷേധിക്കുന്നില്ല. അതുപോലെ ഇബ്നു ഹജർ അസ്ഖലാനിയുടെ സ്വന്തം കിതാബ്, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തു. സ്വന്തം കിതാബാണ് എന്റെ കയ്യിലുള്ളത്. നിങ്ങൾ അതില്ലെന്ന് നിഷേധിക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. ഇമാം നവവി ബുഖാരിക്ക് ശറഹ് എഴുതി, മുസ്തസ്ഫിഅൻ ബി റസൂലില്ലാഹി, റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കൊണ്ട് ഞാൻ ബുഖാരിക്ക് ശറഹ് എഴുതുന്നു. മുശ്രിക്കാണോ? ശിർക്കാണോ? ഇബ്നു ഹജർ മുശ്രിക്കാണോ? ഇമാം നവവി മുശ്രിക്കാണോ? മുഹീദ്ദീൻ ശൈഖ് മുശ്രിക്കാണോ? ഈ ചോദ്യത്തിന്, ഈ അവസരം മുഴുവൻ ചോദിച്ചിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. പറയാൻ ഖിയാമത്ത് നാൾ വരെ സാധ്യമല്ല. രണ്ടാമതായി ഞാൻ ചോദിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ച് പ്രഖ്യാപിച്ച ഒരൊറ്റ മുശ്രിക്കിന്റെ പേര് പറയാമോ? നിങ്ങൾക്കൊരാളെ പേര് പറയാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തെ ഓരോ മഹല്ലത്തിലും ഭിന്നിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഒരാശയമുണ്ടാക്കി. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്ത ആളാണെന്ന് പറഞ്ഞ് അന്ന് ഖവാരിജികൾ പുറത്തിറക്കി. അവർ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു. അത് ബുഖാരിയിലുണ്ട്, സഹീഹുൽ ബുഖാരിയിലുണ്ട്. അവർ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു. അവിശ്വാസികളെ സംബന്ധിച്ചിറങ്ങിയ ആയത്തുകൾ ജഅലുഹാ അലൽ മുസ്ലിമീൻ, അത് മുസ്ലിമീങ്ങളെ തലയിൽ വെച്ച് കെട്ടി. ആ ഖവാരിജിന്റെ അതേ ആശയമാണ് നിങ്ങൾ എന്നാ ഞാൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്, ഈ ചോദ്യത്തിന് മറുപടി പറയണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? മുജാഹിദിന്റെ സർവ്വ മൗലവിമാരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇത് ഞാൻ എന്നെ കൊണ്ട് കേൾപ്പിച്ചതാണ്. മൗലവി ഇവിടെ വന്നിട്ട് ഞാൻ ചിരിക്കുന്നത് കാണിച്ചിട്ട് എന്താ ചിരിന്ന് വെച്ചില്ലേ? സക്കരിയാസരായിന്റെ എന്താ കടി, എന്താ നാവ് കടി, ഉസ്സം കടിയിലെ കടി. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇതേ വാദപ്രതിവാദം, ഈ വാദപ്രതിവാദം കഴിഞ്ഞിട്ട് വേറൊരു വാദപ്രതിവാദം ഉണ്ടായി ഇടവട്ടത്ത്. അത് ഞാൻ മുമ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് മൗലവി വായിച്ചിട്ട് കട്ടുവെച്ച് വായിച്ച് അത് പിടിച്ച് അവസാനം മൗലവിനോട് മുജാഹിദിന്റെ മധ്യസ്ഥ തന്നെ 3-4 പ്രാവശ്യം പറഞ്ഞ് ബാക്കി വായിച്ചോണ്ട് മൗലവി വായിക്കാൻ നിന്നില്ല. അത് ഞാൻ മുമ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്നാ അതിപ്പോ കാണിക്കുന്ന മുമ്പ് കാണിച്ചോണ്ട് എന്നാ ഞാൻ പറയാൻ പോകുന്നതല്ല. ആ വാദപ്രതിവാദത്തിൽ നമ്മളെ പാവം കായക്കൊടി മൗലവി എടുത്തിട്ട് വിഷയം ഇത് കാമറാക്കാൻ വിഷയം എടുത്തിട്ട് അപ്പോ സെൽസബിയിലെടുത്ത് ഞാൻ വായിച്ചു കൊടുത്ത് ഈ കെ ഹസൻ മുസ്ലിയാർ കാഫറാണ് എന്ന് എന്നെ എഴുതിയത് ഞാൻ എടുത്തൊക്കെ വായിച്ച്. അത് ആദ്യം മൗലവി ചോദിച്ചു കൊടുക്കുന്നത് നോക്കിക്കോളി. ഇടപെട്ട സംവാദം കാര്യങ്ങളുണ്ട്. ഹൊസങ്കടി വെച്ച് നമ്മളത് പറഞ്ഞതാണല്ലോ. കാന്തപുരത്തെ ഇക്കയൊക്കെ മുശ്രിക്കാക്കി കളഞ്ഞു എന്ന ആരോപണമായി വന്നു. ഞങ്ങൾ ചോദിച്ചു, എവിടെ സൽസബീലിൽ വായിച്ചു? ഒരു വട്ടം വായിച്ചു, കിട്ടിയില്ല. രണ്ടാമത്തെ വട്ടം വായിച്ചു, കിട്ടിയില്ല. കിട്ടുകയില്ലെന്ന് ബോധ്യപ്പെടുന്നതാണ് നിങ്ങൾക്ക്. നിങ്ങൾ വിചാരിക്കുന്ന ചില സംഗതികൾ ചിലതിലൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കും. എവിടെ എന്ന് ചോദിക്കുമ്പോൾ പറയാൻ കഴിയൂല. അതിന്റെ മറുപടി പാടില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് അറിയോ? മറ്റൊരു വാദപ്രതിവാദം ഇവിടെ വലിച്ചിടുകയാണ്. ഏത്? അത് നിങ്ങൾ നന്നായി അനുഭവിച്ചതല്ലേ, ഇനിയും വലിച്ചിടണോ? അത് നിങ്ങൾക്ക് ഓർക്കുമ്പോൾ ഞെട്ടലല്ലേ? ഞാനൊരു കാര്യം പറയാം, എന്നാ അതും കൂടി പിടിച്ചോ. സെൽസബിയിലാണ് വായിക്കുന്നത്. ഞങ്ങൾ കാഫറാക്കിയ ഉദ്ധരണി ഉണ്ടോന്നല്ലേ ചോദിച്ചത്. നിങ്ങൾ ഈ കെ മുസ്ലിയാർ മുശ്രിക്കാണെന്ന് പറഞ്ഞു, അതുപോലെ ഈ കാന്തപുരം മുശ്രിക്കാണെന്ന് പറഞ്ഞു, അതുപോലെ കൂറ്റനാട് മുസ്ലിയാർ മുശ്രിക്കാണെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ കെ ഹസൻ മുസ്ലിയാർ മരണപ്പെടാൻ വേണ്ടി രോഗശയ്യയിൽ കിടക്കുമ്പോ മുസ്ലിമാകണം എന്ന് കത്തയച്ചവരാണ് നിങ്ങൾ. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ ഒന്നാമത്തെ ചോദ്യത്തിനും രണ്ടാമത്തെ ചോദ്യത്തിനും മറുപടി പറഞ്ഞു. ഇനി നിങ്ങൾ അവിടുത്തെ ഒന്ന് വലിച്ചിട്ടത് കൊണ്ട് അതിനെ സംബന്ധിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഉമർ മൗലവി തന്നെ എഴുതുകയാണ്, ഈ കെ ഹസൻ മുസ്ലിയാരുടെ വിശ്വാസ പ്രചരണവും കർമ്മപ്രേരണയും ശരിക്കും ശ്രദ്ധിച്ചതിൽ നിന്നും എനിക്ക് ബോധ്യമായത് അദ്ദേഹം കാഫിറാണ് എന്നായിരുന്നു. ഇത് വ്യക്തമായി നിങ്ങളെ സെൽസബീലിലുണ്ട്. നിഷേധിക്കാൻ നിങ്ങൾ കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ പറയണം. ഇത് പറഞ്ഞപ്പോ മൗലവി എന്താ അറിയോ? ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഞാൻ ശരിക്കും വായിച്ചു കേൾപ്പിച്ചെടുത്തപ്പോ ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല എന്നാ മൗലവി പറഞ്ഞു അല്ലേ? സുബ്ഹാനല്ലാഹ്. എന്നാൽ നിങ്ങൾക്ക് ഒരു കഥ കേൾക്കണോ? മഹാനായ ശൈഖുനാ ഇ കെ ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ
മഹാനവറുകളെ അസ്ലിം തസ്ലം, ഓ ഈ കേസ് മുസ്ലിയാരെ നിങ്ങൾ മുസ്ലിം ആകണം, എന്നാ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് ഉമർ മൗലവി കത്തയച്ചു. എന്നാൽ ഉണ്ടായ സംഭവം ഒന്ന് കേൾക്കണം, ആരും മറന്നുകൊണ്ട. അസമുസ്ലിയാരെ മാത്രാണോ മുജാഹിദിന്റെ മൗലവിമാര് അതേ കാഫിറാക്കിയത്? ഞാൻ വായിച്ചു കേൾപ്പിച്ചേരെ, കേട്ടോളെ. ഹാജി അംർ ഇബ്നു ഹിശാം അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, പ്രസിഡന്റ് സമസ്ത ലോക ജംഇയ്യത്തുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളെ ലിസ്റ്റാണ് ഉമർ മൗലവി പ്രസിദ്ധീകരിച്ച. 2 പ്രസിഡന്റ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ, അതാരാ ഈ സെൽസിബിയിൽ ഇറങ്ങുമ്പോ കണ്ണിയത്ത് ഉസ്താദാ. 3 പ്രസിഡന്റ് സമസ്ത കേരള സുന്നി യുവജന സംഘം, അന്നാരാ പ്രസിഡന്റ്? പാണക്കാട് പൂക്കോയത്തങ്ങളാ. 4 ചെയർമാൻ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്, അന്ന് ചെയർമാൻ കെ കെ ഹസരത്ത. 5 പത്രാധിപര് സുന്നി ടൈംസ്, അന്ന് അമാനത്ത് കോയണ്ണി മുസ്ലിയാരാ. 6 പത്രാധിപര് അന്നസീം ശിഹാബുദ്ദീൻ മുസ്ലിയാരാണ്, ദക്ഷിണ കേരളന്റെ പ്രസിഡന്റ്. 7 പത്രാധിപര് നുസ്രത്തുൽ ഇസ്ലാം, ഇസ്ലാം എഴുതിപ്പോയത് അറിഞ്ഞൂടായിട്ട്, നുസ്രത്തുൽ അനാം എന്നാണ് യഥാർത്ഥ പേര്. സദഖത്തുൽ മുസ്ലിയാരാ. 8 പത്രാധിപര് അൽ ജലാലി ഇ കെ എസ് മുസ്ലിയാർ. 9 പ്രിൻസിപ്പൽ ജാമിഅ നൂരിയ അറബിക് കോളേജ്, അന്ന് ഇ കെ ബക്കർ മുസ്ലിയാരാ. എന്തിനാ എഴുതിയത്? മുശ്രിക്കീങ്ങളെ നേതാവിന്റെ പട്ടിക പ്രസിദ്ധീകരിച്ചതാ. ആര്? ഉമർ മൗലവി സെൽസബിയിൽ. നിശ്ചയിക്കാൻ കഴിയോ സെൽഫി? പോരാ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അസമുസ്ലിയാരെ പേരെടുത്ത് പറഞ്ഞതാ. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ഇവിടുന്ന് വായിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് ഇവരെഴുതി, ഇവരെ ഈ ഹുസൈൻ സലഫി തന്നെ പ്രസിദ്ധീകരിക്കുന്ന ഇസ്ലാഹിൽ എഴുതി. എന്താ എഴുതിയത്? ശിർക്കിന്റെ മാർഗത്തിലൂടെ രോഗം മാറ്റാൻ ശ്രമിക്കുന്ന ആത്മീയ നേതാവെന്ന് സമസ്തക്കാരെ കൊട്ടിഘോഷിക്കുന്ന സാക്ഷാൽ ദേശ് തങ്ങൾ പോലും, ശിഹാബുകളെ പറ്റി എഴുതിയ സാക്ഷാൽ ദേശ് തങ്ങൾ പോലും കുഞ്ഞാലിക്കുട്ടി ഒരു പൊതുപരിപാടിയിൽ നിലവിളക്ക് കൊടുത്താതെ മാറി നിന്നത് വിവാദമായപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ ന്യായീകരിക്കാൻ മുന്നോട്ട് വന്നിരുന്നു. അപ്പോ സിർക്കിന്റെ മാർഗത്തിലൂടെ രോഗം മാറ്റാൻ ശ്രമിക്കുന്ന ആത്മീയ നേതാവെന്ന് സമസ്തക്കാരെ കൊട്ടിഘോഷിക്കുന്ന സാക്ഷാൽ ദേശ് തങ്ങൾ എന്ന് പറഞ്ഞ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ പറ്റിയല്ലേ? ഇങ്ങനെ മുഴുവൻ സയ്യിദന്മാരെയും മുഴുവൻ ആലിമീങ്ങളെയും കാഫിറാക്കി ചിത്രീകരിച്ച് കാഫിറാണെന്ന് പേരെടുത്ത് വെച്ച് എഴുതിയ ഈ മൗലവി ഉമർ മൗലവി, അദ്ദേഹത്തിന്റെ ഒരു ലക്ഷണക്കേടായി നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണെന്നറിയോ? ആലിമീങ്ങളെ മുഴുവനും സയ്യിദന്മാരെ മുഴുവനും മുശ്രിക്ക് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഈ കെ ഹസൻ മുസ്ലിയാർ രോഗത്തിൽ കിടക്കുന്ന സമയത്ത് ഹസൻ മുസ്ലിയാരെ അസ്ലിം, നിങ്ങൾ മുസ്ലിമാകണം, തസ്ലം, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് പറഞ്ഞ് കത്തെഴുതിയിട്ട് മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സ് വേദനിപ്പിച്ച ഉമർ മൗലവി, അദ്ദേഹത്തിന്റെ മകൻ കാഫിറായി പോയി കേട്ടോ. അദ്ദേഹത്തിന്റെ മകൻ ബഷീർ മാസ്റ്റർ കാഫിറായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിരീശ്വരവാദിയും നിർമ്മതവാദിയുമായിട്ട് സന്യാസിയായി പോയി. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങളെ മുഴുവനും കാഫിറാക്കി ചിത്രീകരിച്ച് ആലിമീങ്ങളെ ചീത്ത പറഞ്ഞ് ആലിമീങ്ങളെ മുശ്രിക്കാക്കിയതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ചെറുതല്ല. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? അങ്ങനെ ഉമർ മൗലവിന്റെ മകന് അതാ നിരീശ്വരവാദിയും സന്യാസിയുമായിട്ട് സുബ്ഹാനല്ലാഹ് 1.5 മീറ്റർ നീളമുള്ള താടിയും 1.5 മീറ്റർ നീളമുള്ള മുടിയുമായിട്ട് ബഷീർ മാസ്റ്റർ എന്ന് പറയുന്ന ഉമർ മൗലവിന്റെ മകന് ഈ അടുത്ത് കുറച്ച് കുട്ടികൾ മുഖാമുഖം പാസി കേൾക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾ എന്ത് ചെയ്തു? ഹസൻ മുസ്ലിയാർക്ക് മുമ്പ് അയച്ച കത്തുണ്ടല്ലോ ബാപ്പ, ആ കത്ത് എന്തായി നിങ്ങൾ മനസ്സിലാക്കണോ? കത്ത് കൊണ്ടുപോയിട്ട് മകനങ്ങട്ട് കൊടുത്ത് ഇത് അഡ്രസ് മാറിയിട്ട് നമ്മളെ ഉസ്താദിന് വന്നതാ, ഇത് അയക്കണ്ടേ ബാപ്പ, നിങ്ങൾക്ക് അയക്കുന്നു. അതാ ഇനിയാ കാണിക്കാൻ പോകുന്നത്. കാണിക്കുന്ന ആളാണ് ഉമർ മൗലവിന്റെ മോന് കാഫിറായിട്ട് നിരീശ്വരവാദിയും യുക്തിവാദിയുമായിട്ട് സന്യാസിയെ പോലെയായിട്ട് അയാൾക്ക് കൊണ്ടുപോയിട്ട് കൊടുത്ത് നമ്മളെ കുട്ടികള് എന്ത് ഹസൻ മുസ്ലിയാർക്ക് അയച്ച കത്ത്, മുസ്ലിമാകണമെന്നല്ലേ കത്തിലുള്ളത്, അത് സ്വന്തം മോനിക്ക് അയക്കേണ്ട കത്ത്, അതങ്ങട്ട് കൊണ്ടാ കൊടുക്കുന്നവർ എങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ പോലെ. ഒരുപാട് ചർച്ചകൾ നാം ചെയ്തു. ഇതിനിടയിൽ ഏറ്റവും പ്രസക്തവും പ്രബലവുമായ ഒരു വിഷയം താങ്കളെ സൂചിപ്പിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് താങ്കൾക്ക് കൈമാറേണ്ടതും
അനിവാര്യതയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. മുസ്ലിം കേരളത്തിൻ്റെ എന്നല്ല മുസ്ലിം ലോകത്തിൻ്റെ മുഴുവനും ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഇ കെ ഹസൻ മുസ്ലിയാർ എന്ന ഏറ്റവും വലിയൊരു ഇസ്ലാമിക പണ്ഡിതൻ രോഗഗ്രസ്തനായി കിടക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് താങ്കളുടെ പിതാവെന്ന ഉമർ മൗലവി ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു. ഒരു മനുഷ്യനൊരിക്കലും ചെയ്യാൻ പറ്റാത്ത അത്രയുമേറെ ക്രൂരത നിറഞ്ഞ സന്ദേശമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഇസ്ലാമികമായി ജീവിക്കുകയും മുസ്ലിങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ഞങ്ങളുടെ ഷെയ്ഖുന ഇ കെ ഹസൻ മുസ്ലിയാരുടെ ജീവിതത്തെയും വിശ്വാസത്തെയും അവമതിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന വിധത്തിൽ താങ്കളുടെ പിതാവ് ഉമർ മൗലവി ഇ കെ ഹസൻ മുസ്ലിയാർ താങ്കൾ മുസ്ലിം ആവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തായിരുന്നു അയച്ചിരുന്നത്. ആ കത്ത് താങ്കളുടെ പിതാവ് എന്നോ താങ്കൾക്ക് എഴുതി വെച്ചതാണ് എന്ന് ഞങ്ങൾക്ക് തോന്നും വിധമാണ് ഇന്ന് അങ്ങയുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ആ കത്ത് വിലാസം മാറി ഞങ്ങളുടെ നേതാവിന് അയച്ചത് തിരിച്ചങ്ങയുടെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കണമെന്നത് ചരിത്രത്തിലെ ഒരു നിയോഗമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ കത്ത് അങ്ങക്ക് ഞങ്ങൾ കൈമാറുകയാണ്. അങ്ങ് ഇതൊന്ന് വായിച്ചു നോക്കണം. ഈ കത്തിലെ ആശയം ഉൾക്കൊണ്ട് അങ്ങ് യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു വരണമെന്നുകൂടി മുഖാമുഖ മാസികയുടെ പ്രതിനിധികളായ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ കേസ് മുസ്ലിയാരോട് മുസ്ലിമാകാൻ പറഞ്ഞിട്ട് അയച്ച കത്ത് ഉമർ മൗലവിന്റെ മകന് തിരിച്ചു കൊടുത്തു. പറയുമ്പോ ആലോചിക്കണം. ആലിമീങ്ങളെ പറ്റി പറയുമ്പോ, സയ്യിദമാരെ പറ്റി പറയുമ്പോ മുസ്ലിമീങ്ങളെ കാഫിറാക്കും ആലോചിക്കണം. ഈമാനും കുഫ്റും ഒക്കെ അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് എന്ന് ആലോചിക്കണം. കേട്ടോ? ഇങ്ങനെ ലോകത്തുണ്ടാവുമോ ഒരു മനുഷ്യന അനുഭവം? ഈ ഉമർ മൗലവിക്കല്ലാതെ? ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ മൗലവി പറയാം. ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഉമർ മൗലവി സെൽസബീലിൽ എഴുതിയത് കേട്ടോ മൗലവി? ഇനിയും കേട്ടോ. നിങ്ങൾ ചോദിച്ചില്ലേ ഞങ്ങൾ ആരെയാ മുസ്ലിക്കാക്കാറ്? കേട്ടോ, സുന്നികളുടെ കാര്യം മഹാപോക്ക് തന്നെ. പോക്കാരതാ നമ്മൾ കണ്ടില്ലേ? സുന്നികളുടെ കാര്യം മഹാപോക്ക് തന്നെ, നരകത്തിന്റെ നടുവിലേക്ക്. എനിക്ക് കേട്ടോളെ, ഷഹാദത്ത് കലിമയുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കി ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരീൻ സുന്നികളെ. അസ്ലിമൂ തസ്ലമൂ. ഉമർ മൗലവിന്റെ സെൽസബീല് 99 ഫെബ്രുവരി 20. അപ്പൊ സർവ സുന്നികളെയും കാഫിറാക്കിയ ഈ മൗലവി, ആ മൗലവിന്റെ മകൻ പാച്ച കാഫിറായി പോയി. എന്നിട്ട് ആ മൗലവിന്റെ മകന് നമ്മളെ കുട്ടികൾ കൊണ്ടുപോയിട്ട് കൊടുത്ത് കാത്ത്. ഇങ്ങനെ ഒരു ഗതികേട് ലോകത്താർക്കും ഉണ്ടായിട്ടുണ്ടാവും. മൗലവി ഇനിയും വരണം കേട്ടോ. നാലാമത്തെ ഇങ്ങനത്തെ ഒരുപാടുണ്ട് എനിക്ക് ജനങ്ങളെ കാണിക്കാൻ. ജനങ്ങളെ കാണിക്കാൻ ഞങ്ങൾക്ക് ഒരുപാടുണ്ട്. അത് ഇനിയും മൗലവി ഇങ്ങനെ വരണോ? ഈ ആളുകളൊന്നും മൗലവി വന്നിട്ടില്ലേ വരൂലോ. മൗലവി വന്നോണ്ടല്ലേ ഈ ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു മുജാഹിദ് എന്താണ്. അവിടെ മൗലവി ഇനിയും വന്നോണ്ടിരിക്കണം, ഉടനെ വരണം. വിഷയം സാരില്ല, തിങ്കൾ ചൊവ്വല്ല ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല, അതൊന്നും വിഷയമല്ല. നിങ്ങൾ വരണയും വേണം. ഇനി നിങ്ങൾ കേൾക്കണോ, നമ്മളെ നേരത്തെ മൗലവി രണ്ടാമത് പേർക്ക് മൂപ്പര് പറയുന്നു മമ്പർത്ത തങ്ങള് വിഗ്രഹമാണ്, മമ്പർത്ത തങ്ങൾ വിഗ്രഹമാണ്, സുന്നികളൊക്കെ വിഗ്രഹാരാധകരാണ്. അത് ചുരുത്തവനെ. അപ്പൊ ഇവിടുത്തെ സുന്നികൾ ചെയ്യുന്നത് ഖബറാരാധനയല്ല, സാക്ഷാൽ വിഗ്രഹ ആരാധനയാണ്. മമ്പറം തങ്ങൾ ഒരു വിഗ്രഹമാണ്, അദ്ദേഹത്തെയാണ് ആരാധിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ സുന്നികൾ ചെയ്യുന്നത് ഖബറാരാധനയല്ല, സാക്ഷാൽ വിഗ്രഹ ആരാധനയാണ്. മമ്പറം തങ്ങൾ ഒരു വിഗ്രഹമാണ്, അദ്ദേഹത്തെയാണ് ആരാധിക്കുന്നത്. കേട്ടില്ലേ? മമ്പറം തങ്ങൾ ഒരു വിഗ്രഹമാണ്, സുന്നികൾ ചെയ്യുന്നത് വിഗ്രഹാരാധനയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്നറിയോ? നമ്മളെ മുത്തുമാണിക്കല്ലില്ലേ, നമ്മളെ മുത്തുമാണിക്കല്ല് ഇവിടെ വന്നിട്ട് എന്നെ പ്രസംഗിക്കുന്നത്. എന്താ പ്രസംഗിക്കുന്നത്? ഇപ്പൊ പ്രസംഗിക്കുന്നത് എന്താണ്? പ്രസംഗിക്കുന്നത് ജൂത ക്രിസ്ത്യാനികളുടെ നടപടിയാണ് ജാറം. ഉപ്പ ചോദിച്ചില്ലേ ഞങ്ങൾ ആരെങ്കിലും മുസ്ലിക്കാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ലേ? മുസ്ലിക്ക് മാത്രമല്ല ആക്കിയത്, ജൂത ക്രിസ്ത്യാനികളും ആക്കിയിട്ടുണ്ട് ഞങ്ങളെ. നിങ്ങള് അത് നിങ്ങളാവുകൊണ്ടുണ്ട്, അതാണ് കേൾപ്പിക്കുന്നത്. ജൂത ക്രിസ്ത്യാനികളുടെ നടപടിയാണ് ജാറം.
ഓ ഹുസൈൻ സലഫി, ഓ ഹുസൈൻ സലഫി, ധൈര്യമുണ്ടോ സൗദി അറേബ്യ പോയിട്ട് മദീനത്ത് പോയിട്ട് ഈ ജാറം ജൂതന്മാരാണെന്ന് പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ സലഫി? ഏറ്റവും വലിയ ജാറം, ഏറ്റവും ബഹുമാനമുള്ള ജാറമാണ് മദീനത്തെ പള്ളിയോട് വെച്ചുള്ള ജാറം. അത് ജൂതന്മാരല്ലേ? ജൂതന്മാരാണോ ജാറം അല്ലേ? നിങ്ങൾ ഇവിടെ പ്രസംഗിച്ചതാ. ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുമേ. ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും. ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും. ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും കെട്ടിപ്പടുക്കലും. മൂപ്പര ഫത്വ, ചേറ്റിയിട്ടില്ല ഫത്വ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, മദീനത്തെ പള്ളിയോടനുബന്ധിച്ചുള്ള ജാറം ജൂതന്മാരതാണോ മൗലവി? ഈ മൗലവിയെ നാദാപുരത്ത് കൊണ്ടുവരേണ്ടവർ പറയണം. അവിടുന്ന് ഇവിടുന്ന് വണ്ടി എടുത്തു വരുന്നില്ലേ? കർണാടകയിൽ നിന്നും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ, തൃശ്ശൂർ ജില്ലയിൽ, തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ മുജാഹിദ് വന്നില്ലേ ഇവിടെ? മൗലവിമാര് വന്നില്ലേ ഇവിടെ? പറയണം നിങ്ങൾ. മദീനയിൽ കാണുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചക്കൊമ്പയുള്ള ജാറം അത് ജൂതന്മാരതാണെന്ന് പറ. മൗലവിമാരെ തുറന്ന് ഓരോ സ്ഥലത്തും പറ. നാലാവത്തി ചേച്ചേട്ടി എന്ന് പറഞ്ഞാ പോരാ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മറ്റേ മൗലവി പറയുന്നു, സുബ്ഹാനല്ലാഹ്, ഞാൻ മുമ്പ് ഇവിടെ വായിച്ചതല്ലേ ജാറത്തെ സംബന്ധിച്ച് നമ്മുടെ ഇമാമിങ്ങൾ പറഞ്ഞത്, ഞാൻ വായിച്ചതല്ലേ പറഞ്ഞതല്ലേ? ബഹുമാനപ്പെട്ട ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു, സഹോദരന്മാരെ, ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാര് ജാറത്തെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? ശാഫിഈ മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ കിതാബല്ലേ തുഹഫയും നിഹായയും. ആ നിഹായിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചില്ലേ? അതേ, എന്താണ് മഹാന്മാര് പറഞ്ഞത്? വസമില അദമുൽ മഅസിയത്തിൽ ഖുർബത. അതേ, വസിയ്യത്ത് ചെയ്യുന്ന സമയത്ത്, വസിയ്യത്ത് ചെയ്യുന്ന സമയത്ത് തെറ്റല്ലാത്ത കാര്യത്തിലായിരിക്കണം എന്ന് പറഞ്ഞതിൽ പുണ്യകർമ്മവും ഉൾപ്പെടുന്നതാണ്. കൈമാറത്തിൽ മസാജിദി, അതേ, പള്ളി പരിപാലിക്കൽ പുണ്യകർമ്മമാണ്. അതിങ്ങനെ പറഞ്ഞിട്ട് വിശദീകരിച്ചിട്ട് പറയാണ്, വഖുബൂരിൽ അംബിയായി, അംബിയാക്കളെ ഖബർ പരിപാലിക്കുന്നത് പുണ്യകർമ്മമാണ്. വൽ ഉലമായി, ആലിമീങ്ങളെ ഖബർ പരിപാലിക്കൽ പുണ്യകർമ്മമാണ്. വസ്സാലിഹീന, സജ്ജനങ്ങളുടെ ഖബർ പരിപാലിക്കൽ പുണ്യകർമ്മമാണ്. ലിമാ ഫീ ദാലിക മിൻ ഹിയായി സിയാറതി വതബറുകി ബിഹാ, മഹാന്മാരെ ഖബർ പരിപാലിക്കുന്നത് കൊണ്ട് സിയാറത്ത് സജീവമാക്കാനും അതുകൊണ്ട് ബറക്കത്തെടുക്കാനും കഴിയുമെന്നതാണ് കാരണം. അതിങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, വലഅൽ മുറാദ ബിഹി കമാ ഖാലഹു സാഹിബു ദഖായിരി വഅസ്അറ ബിഹി കലാമുൽ ഹിയായി ഫീ അവായി കിതാബിൽ ഹജ്ജി വകലാമുഹു ഫിൽ വസീതി ഫീ സകാത്തിൻ നഖദി യുശീറു ഇലൈഹി അൻ തുബ്നാ അലാ ഖബൂരിഹിൽ ഖിബാബ് വൽ ഖനാതിർ കമാ യുഫഅൽ ഫിൽ മസാഹിദ്. ആലിമീങ്ങൾ, സാലിഹീങ്ങൾ, അംബിയാക്കളെ ഖബർ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാർ പറയുന്നത് അത് ഖബറുകളുടെ മേൽ ഖുബ്ബ പണിയലാണ്, ഖബറിന്റെ മേൽ കെട്ടിടമുണ്ടാക്കലാണ്. ഇന്നിപ്പോൾ മഖബറകളിൽ, മഹാന്മാരുടെ മഖബറയിൽ കാണുന്നത് പോലെ അവരവരുടെ ഉടമയിലുള്ള, അവർക്ക് ഉടമയിലുള്ള, അല്ലെങ്കിൽ അവിടെ മറവ് ചെയ്തവരുടെ ഉടമയിലുള്ള സ്ഥലമാണെങ്കിൽ, അപ്പോൾ മഹാന്മാരെ മഖ്ബറയുടെ മേലെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതും കുബ്ബയുണ്ടാക്കുന്നതും പുണ്യകർമ്മമാണെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള എല്ലാ ഇമാമിങ്ങളും പറയുമ്പോൾ ഇവര് പറയുന്നത് ജൂതന്മാരെ പരിപാടിയാണ് എന്ന് പറയുന്നത്. ഓ സലഫി, ഇതിന് മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ ഈ ചേറ്റുകെട്ടിയിൽ വന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞത് അത് മാത്രമല്ല, വേറെയുണ്ട് കിതാബിൽ നിന്ന്. വേറെ എന്താ മൗലവി ഉള്ളത്? അനധികൃതമായി ഒരു സ്ഥലത്ത് കെട്ടിടം ഉണ്ടാക്കിയാൽ അത് പൊളിക്കണമെന്ന് ശാഫിഈ മദ്ഹബിന്റെ കിതാബിലുണ്ട്. അത് മഖ്ബറക്ക് മാത്രം ബാധകമാണോ? അത് പള്ളി ഉണ്ടാക്കിയാലും പൊളിക്കണ്ടേ? മദ്രസ ഉണ്ടാക്കിയാലും പൊളിക്കണ്ടേ? അത് എന്തുണ്ടാക്കിയാലും അനധികൃതമായി കെട്ടിടം ഉണ്ടാക്കിയാൽ പൊളിക്കണ്ടേ? അതേ സമയത്ത് ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് അംബിയാക്കളെ മഖ്ബറ, ഔലിയാക്കളെ മഖ്ബറ, ആലിമീങ്ങളെ മഖ്ബറ, അവിടെ കുബ്ബ പണിയുന്നതും ബിൽഡിംഗ് എടുക്കുന്നതും പുണ്യകർമ്മമാണെന്നല്ലേ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നത്? അങ്ങനെയല്ലേ അറിയിക്കുന്നത് അവിടുത്തെ വാക്ക്? അതല്ലേ ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബ് തുഹഫ പഠിപ്പിക്കുന്നത്, നിഹായ പഠിപ്പിക്കുന്നത്, എല്ലാ കിതാബും പഠിപ്പിക്കുന്നത്. അതിനെതിരെ ഇമാമിങ്ങൾ കാണാത്തൊരു മതവും കൊണ്ട് നിങ്ങൾ എവിടുന്ന് വന്നു മൗലവിമാരെ? നിങ്ങൾക്ക് മതം അറിയാത്തതിന്റെ പേരിൽ നിങ്ങൾ എന്തൊക്കെയോ മനസ്സിലാക്കി. എന്നിട്ട് ജാറം യഹൂദികളെ പരിപാടിയാണെന്ന് ഈ ചേറ്റുകെട്ടിയിൽ വന്നിട്ട് മൗലവി പറഞ്ഞില്ലേ?
ഓ മുസ്ലിമീങ്ങളെ, ഇത്ര വൃത്തികെട്ടൊരാശയം ഈ മൗലവിമാരാശയം പോലെ വേറെ ലോകത്ത് ഏതാണ്? നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. ലോകം മുഴുക്കയുള്ള മുസ്ലിമീങ്ങള്, കോടിക്കണക്കിന് മുസ്ലിമീങ്ങള് മദീനയിലേക്ക് ടിക്കറ്റും എടുത്തിട്ട് ആ പച്ചക്കുപ്പയുള്ള ജാറത്തിലേക്ക് ചെന്ന് സുബ്ഹാനല്ലാഹ് അവിടെ ചെന്ന് നോക്കുമ്പോ അതിന്റെ ചുമരുമ്പോ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് യാ ഖൈറ മന്ദൂഫീനത്ത് ദിഖായി അൽദുബു ഫതബ മിൻ ത്വീബിൻ നൽഖാഉ വല്ലകബു നഫ്സി ഫിദാഉൽ ലിഖബ്രിൻ അൻത സകീനു ഫീൽ അൽഫു വഫീൽ ജൂദു വൽ കറമു. നബിയേ, തങ്ങൾ ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഈ രാജ്യം മുഴുവൻ പുണ്യഭൂമിയായി പോയി. നബിയേ, തങ്ങളെ ഖബറിന്ന് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നു. നബിയേ, എന്റെ ശരീരം അവിടുത്തെ ഖബറിന് സമർപ്പിക്കുന്നു. നബിയേ, ഇങ്ങനെ റസൂലുള്ളാഹിനെ വിളിച്ചു പറയുന്ന പദ്യം സ്വർണ്ണലിപി കൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടില്ലേ മൗലവിമാരെ? നിങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് സൗദി അറേബ്യ എന്ന് നിങ്ങൾ ഇവിടെയും പറഞ്ഞില്ലേ? എന്നാ ചോദിക്കട്ടെ, ഈ പച്ചക്കൊമ്പ അവിടെ ജൂതന്മാര് നിർമ്മിച്ചതാണോ? ജൂതന്മാരതാണോ ഈ ജാറം? നിങ്ങൾ എന്റെ ഈ ചേറ്റ് കെട്ടിയില്ലെന്ന് നാദാപുരത്ത് വന്നിട്ട് പറഞ്ഞത് എന്താണ് മൗലവി? നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു പോയി? നിങ്ങൾ പിന്നാലെ നടക്കുന്നവർക്ക് എന്ത് സംഭവിച്ചു പോയി? നിങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ, നിങ്ങളെ എം എം അക്ബർ എന്ന് പറയുന്ന മൗലവി അള്ളാഹുവിന്റെ റസൂലിനെ നിസാരപ്പെടുത്തിയിട്ട് അതൊരു സാധാരണ അറബി പയ്യനായിരുന്നു എന്ന് പറഞ്ഞപ്പോ അത് ഞാനെടുത്ത് മുസ്ലിം ലോകത്തിന്റെ ശ്രദ്ധയിൽ പെടുത്തിയപ്പോ നിങ്ങളിവിടെ പറഞ്ഞില്ലേ, ഖുർആനിൽ ഉമ്മീ റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലത്തെ ഒരു വാചകമാണ് സാധാരണ അറബി പയ്യൻ എന്ന വാചകമെന്ന് നിങ്ങളെ നാവ് കൊണ്ട് പറഞ്ഞില്ലേ മൗലവി? ഉമ്മി എന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹല്ലേ, റസൂലുള്ളാഹിന്റെ ബഹുമാനമല്ലേ? അതിന് പകരം നിങ്ങള് സാധാരണ അറബി പയ്യനെന്ന് പറഞ്ഞത് അത് ബഹുമാനമാണോ? അള്ളാന്റെ റസൂലിനെ കുറിച്ച് നിങ്ങളെ നേതാവ് അത് പറഞ്ഞില്ലേ മൗലവി? സാധാരണ അറബി പയ്യനെന്ന് പറഞ്ഞില്ലേ? എന്നെ നബിയായിട്ട് 40-ാമത്തെ വയസ്സിൽ നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് എന്നെ കണ്ടാൽ സലാം പറയുന്ന കല്ലുണ്ടെന്നല്ലേ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അത് സഹീഹ് മുസ്ലിമിലെ ഹദീസിലില്ലേ? നിങ്ങളെ ഖൽബ് കറുത്തത് മൗലവി. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله. അല്ലാഹുവിന്റെ ഖുർആനിൽ പറയുന്നു, കല്ലിനേക്കാൾ അതാ വിശ്വാസമില്ലാത്ത യഹൂദികളുടെ മനസ്സ് കല്ലിനേക്കാൾ ഉറച്ചുപോയി, കറുത്തുപോയി. ഫഹിയകൽ ഹിജാറ, അത്തരം വിശ്വാസമില്ലാത്ത കക്ഷികളെ മനസ്സ് പാറ പോലെ ഉറച്ചു പോയി, കല്ല് പോലെയായി പോയി. എന്നിട്ട് പറയല്ല അല്ല, അതിനേക്കാളും ഉറച്ചു പോയി. കാരണം കല്ലിന്റെ കൂട്ടത്തിൽ അല്ലാഹുവിനെ പേടിച്ചിട്ട് അതാ പൊട്ടിക്കരയുന്ന കല്ലുണ്ട്, വെള്ളമൊലിപ്പിക്കുന്ന കല്ലുണ്ട്. കല്ലിന്റെ കൂട്ടത്തിൽ പൊട്ടി കീറി വെള്ളമൊലിപ്പിക്കുന്ന കല്ലുണ്ട്. അല്ലാഹുവിനെ ഭയപ്പെട്ടിട്ട് ഉരുണ്ടുരുണ്ടു പോകുന്ന കല്ലുണ്ട്. കല്ലുകളെ കൂട്ടത്തിൽ വലിയ ഭക്തിയുള്ള കല്ലുകളുണ്ട്. കാരണം നരകത്തിൽ കത്തിക്കപ്പെടുന്ന കല്ലുകളും മനുഷ്യന്മാരുമാണെന്ന് കേട്ടപ്പോ കരഞ്ഞു പോയ കല്ലുണ്ട്. കല്ലിന്റെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന കല്ലുണ്ട്. ആ കൂട്ടത്തിലൊരു കല്ല് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സിന് മുമ്പ് കുട്ടിക്കാലത്ത് ഇങ്ങനെ പോകുമ്പോ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്
നമ്മൾ സലാം പറയും പോലെ സലാം പറയാണ്. അത് അല്ലാഹുവിന്റെ റസൂല് പറയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉള്ളതാണ്. ഇങ്ങനെ കല്ല് 40 വയസ്സിന് മുമ്പ് സലാം പറഞ്ഞു ഹദീസിൽ പറയുമ്പോ നിങ്ങൾ അക്ബർ മൗലവി പറഞ്ഞത് എന്താണ്? 40 വയസ്സിന് മുമ്പ് അതൊരു സാധാരണ അറബി പയ്യനെന്നല്ലേ പറഞ്ഞത്. ഞാൻ മുമ്പ് ഇവിടെ കേൾപ്പിച്ചത് കൊണ്ട് ഇപ്പൊ കേൾപ്പിക്കേണ്ടതില്ലല്ലോ, ഞാൻ ചിരീകരിക്കോളാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന ചേറ്റിയെട്ടിയിൽ മൗലവി പറയുന്നു അത് ഉമ്മി എന്ന് പറയും പോലെയാണെന്ന്. ഓ മൗലവി, ഇത്രയും വിശ്വാസമില്ലാതെ ആയിപ്പോയോ നിങ്ങൾ? അബൂജഹലിന്റെ ബഹുമാനം പറയാൻ വേണ്ടി നാദാപത്ത് വന്ന നിങ്ങൾ ഇത്ര അതപ്പതിച്ചു പോയോ? നിങ്ങൾക്ക് സിംഗിടി പറയുന്ന മുജാഹിദുകൾ ഇനിയെങ്കിലും ഒന്ന് നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കുന്നില്ലേ? ആഖിറം രക്ഷപ്പെടുത്തുന്നില്ലേ?